എല്ലാവർക്കും ഐഫറിന്റെ ഹിസ്റ്ററി വെബിനാറിലേക്ക് സ്വാഗതം ആൻഡ് ഗുഡ് ഈവനിങ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നമ്മുടെ ഇന്നത്തെ വെബിനാറിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലാസ്റ്റ് എക്സാമില് ദാറ്റ് മീൻസ് ഡിസംബർ 2024 നടന്നിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു സൈക്കിൾ എക്സാമിന്റെ ക്വസ്റ്റ്യൻസിന് ബേസ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ട്. ഏതൊക്കെ ഏരിയ ആണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ള അതിനെ പറ്റിയിട്ടുള്ളൊരു ഡിസ്കഷനാണ് ഇന്നത്തെ വെബിനാറിന്റെ ഒരു അജണ്ട എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ വന്നിട്ടുള്ള എല്ലാവരും എന്താണ് നെറ്റ് എക്സാം, എങ്ങനെയൊക്കെയാണ് നെറ്റ് എക്സാമിന്റെ ഒരു സ്ട്രക്ചർ ആൻഡ് എന്തിനാണ് നെറ്റ് എക്സാം, ഇതെല്ലാം അറിയുന്ന ആൾക്കാരാണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ തന്നെ അല്ലേ? ജസ്റ്റ് ഫോർ മൈ ക്ലാരിഫിക്കേഷൻ, എല്ലാവർക്കും നെറ്റ് എക്സാം എന്താണ്, എന്തിനാണ് നമ്മൾ നെറ്റ് എക്സാം എഴുതുന്നത്, നെറ്റ് ക്വാളിഫൈ ചെയ്യുന്നതിലൂടെ എന്തൊക്കെയാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്, എങ്ങനെയാണ് നമ്മൾ JRFിലേക്ക് എത്തുക, ഇതെല്ലാം അറിയുന്ന ആൾക്കാർ തന്നെയല്ലേ? അങ്ങനെയുള്ള സംഗതികൾ അറിയാത്ത ആരെങ്കിലും ഒക്കെ അവിടെ ഉണ്ടോ? ഉണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഞാൻ എന്തായാലും ആ ഒരു ഡിസ്കഷനിലേക്ക് ഇനി പോകുന്നില്ല. ഓക്കെ, നിങ്ങൾ എല്ലാവരും നെറ്റ് എക്സാമിനെ പറ്റി അത്യാവശ്യം നല്ല ധാരണ ഉള്ള ആൾക്കാരാണ് എന്നുള്ള വിശ്വാസത്തിന് പുറത്താണ് ഞാൻ സംസാരിച്ച് തുടങ്ങുന്നത്. സോ ഹിസ്റ്ററി സബ്ജക്റ്റിലേക്ക് സ്പെസിഫിക്കലി ആണ് നമ്മുടെ ഇന്നത്തെ ഡിസ്കഷൻ എന്ന് പറയുന്നത്. നമുക്കറിയുന്ന പോലെ തന്നെ നെറ്റ് എക്സാമിന്റെ ഒരു സ്കോർ അത് ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കാം. അതായത് ഹിസ്റ്ററി സബ്ജക്റ്റിൽ നമുക്ക് ഉണ്ടാവുക 100 ക്വസ്റ്റ്യൻസ് ആണ്. ആൻഡ് ഈ 100 ക്വസ്റ്റ്യന് ഒരു ക്വസ്റ്റ്യന് 2 മാർക്ക് എന്ന് വെച്ച് ടോട്ടൽ 200 മാർക്കാണ് ഹിസ്റ്ററി സബ്ജക്റ്റിൽ ഉണ്ടാവുക. ആൻഡ് പേപ്പർ 1-ൽ നമുക്ക് 50 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ഒരു ക്വസ്റ്റ്യൻ 2 മാർക്ക് എന്ന് വെച്ചിട്ട് ടോട്ടൽ 100 മാർക്ക് പേപ്പർ 1-ൽ ഉണ്ടായിരിക്കും. ആൻഡ് പേപ്പർ 1-ഉം സബ്ജക്റ്റും പാടെ ചേർത്ത് നമ്മുടെ മൊത്തം മാർക്ക് എന്ന് പറയുന്നത് 300 ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ അറിയാം എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ എന്തായാലും നമ്മളെ ഹിസ്റ്ററിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഹിസ്റ്ററി സബ്ജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഏത് രീതിയിലാണ് നമ്മൾ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്, കഴിഞ്ഞ എക്സാമിലൊക്കെ ചോദിച്ചിട്ടുള്ള സംഗതികൾ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള ഭാഗത്താണ് നമ്മളെ ഇന്നത്തെ ഡിസ്കഷൻ എന്നുള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ബിഫോർ ദാറ്റ് ഞാൻ എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അറിയും എന്നാണ് വിചാരിക്കുന്നത്. പേര് മുഹമ്മദ് ആഷിഖ് എന്നാണ്. ഐഫറിലെ ഹിസ്റ്ററിന്റെ കോർഡിനേറ്റർ ആണ്, ഫാക്കൽറ്റി ആണ്, എല്ലാമാണ്. അറിയില്ലെങ്കിൽ ജസ്റ്റ് ഒന്നുകൂടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. യെസ്, ഇവിടെ നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും അല്ലേ? 4 ക്വസ്റ്റ്യൻസ് ഉണ്ട് അതിനകത്ത്. ജസ്റ്റ് ഞാനൊന്ന് മാർക്ക് ചെയ്ത് തരാം. ഇത് ഒരു ക്വസ്റ്റ്യൻ ആൻഡ് ദിസ് വൺ ഈസ് അനദർ വൺ ആൻഡ് ഹിയർ യു ക്യാൻ സീ ദ തേർഡ് വൺ ആൻഡ് ഫോർത്ത് വൺ. ഇതൊരു മാത്സ് ഫോളോയിങ് ആണ്. ഇതിന്റെ ഓപ്ഷൻസ് ഒന്നും ഞാൻ അതിനകത്ത് കൊടുത്തിട്ടില്ല. ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഏരിയ എന്നൊക്കെ ക്വസ്റ്റ്യൻ വരുന്ന ഒരു രീതി. താരതമ്യേന ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഹിസ്റ്ററി നെറ്റ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം മുൻപൊക്കെ എന്ന് വെച്ചാൽ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള അത്രയും ഡീപ്പ് ലെവലിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒന്നുകൂടിയൊക്കെ ഒരു മയപ്പെടുത്തിയിട്ടുണ്ട് കാര്യങ്ങൾ. എന്ന് വെച്ചാണ്ട് അങ്ങോട്ട് ഈസി എന്ന് പറഞ്ഞാണ്ട് ഭയങ്കര ഈസി ആയിരുന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ കുറച്ചൊക്കെ ഒരു എന്താണ് പറയല്, കമ്പാരിറ്റീവ്ലി ഒന്നുകൂടി ഈസി ആയിട്ടുണ്ട്. അറ്റ് ദ സെയിം ടൈം കട്ട് ഓഫ് നന്നായിട്ട് കൂടിയിട്ടുണ്ട്, അറിയുമെന്ന് വിചാരിക്കുന്നു. നേരത്തെ ഒരു 150 എന്താണ് മാർക്കൊക്കെ നമുക്ക് 300 ഉണ്ടെങ്കിൽ നെറ്റ് നമുക്ക് കിട്ടുമായിരുന്നു ഇഫ് യു ബിലോങ്സ് ടു OBC. ഇപ്പൊ ജനറൽ ആണെങ്കിൽ ഒരു 160 ഒക്കെ ഉണ്ടെങ്കിൽ കിട്ടുമായിരുന്നു എന്നുള്ളതിനാണ്. പക്ഷെ ഇപ്പൊ അതൊക്കെ മാറിയിട്ട് ഒരു 185 190 ആ റേഞ്ചിലേക്ക് എത്തിയിട്ടുണ്ട് കട്ട് ഓഫ് എന്ന് പറയുന്നത്. അതിന്റെ രീതിയിലുള്ള ഒരു എന്താണ് പറയല്, ഈസിനെസ് നമുക്ക് എക്സാമിൽ ഫീൽ ചെയ്യും എന്നുള്ളതിനാണ്. അത്യാവശ്യം നന്നായിട്ട് പഠിച്ചു പോയിട്ടുള്ള ആൾക്കാർക്ക് അത്യാവശ്യം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വളരെ സുഖകരമായിട്ട് തന്നെ ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് എക്സാം റീസെന്റ് ആയിട്ടുള്ള ഒരു 3-4 ഷിഫ്റ്റുകളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്ന കുറച്ചൊക്കെ ഈസി ആയിട്ടുണ്ട് എന്നുള്ളതിനാണ്. സോ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ കാണാൻ പറ്റും. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഏർലി നിയോളിത്തിക് സൈറ്റ്? ഇതിനകത്ത് ഏർലി നിയോളിത്തിക് സൈറ്റ് ഏത് എന്നുള്ളതാണ്. കൊൽവി, മസൂലിപ്പട്ടണം, മെഹർഗഡ്, കാലിബംഗാൻ. സോ കാലിബംഗാൻ എന്ന് പറയുന്നതാണ് ഒരു ഇൻഡസ് സൈറ്റ് ആണ്, അറിയുന്നുണ്ടായിരിക്കും. ആൻഡ് ഇതിലൊരു നിയോളിത്തിക് സൈറ്റ് എന്ന് പറയുന്നത് മസൂലിപ്പട്ടണത്തിനൊന്നും ഇതിൽ പ്രത്യേകിച്ച് റോളൊന്നുമില്ല, അറിയുന്നുണ്ടായിരിക്കും. ആൻഡ് ഇവിടെ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് വളരെ ഈസിലി നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന ഒരു സംഗതി തന്നെയാണ്. മെഹർഗഡ് എന്നുള്ളതിനെ നിയോളിത്തിക്കുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം സവിശേഷതകളുള്ള അല്ലെങ്കിൽ അത്രമാത്രം റോളുള്ള ഒരു ഏരിയ ആണ്. ഇന്ത്യയിലെ തന്നെ എങ്ങനെ അറിയില്ല, നിയോളിത്തിക്കിനകത്ത് അറിയാലോ. നിയോളിത്തിക് എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ഒരു നിയോളിത്തിക് റെവല്യൂഷൻ എന്ന് പറയുന്ന സംഗതി ആൻഡ്
സെറ്റിൽഡ് ലൈഫ് തുടങ്ങുന്നു, അഗ്രികൾച്ചർ തുടങ്ങുന്നു, പോൾട്രി തുടങ്ങുന്നു, ഇങ്ങനെ തുടങ്ങി ഒരുപാട് സംഗതികൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഇന്ത്യയിലെ തന്നെ കൾട്ടിവേഷൻ വീറ്റ്, അതുപോലെ തന്നെ ബാർലി തുടങ്ങിയിട്ടുള്ളവ കൾട്ടിവേറ്റ് ചെയ്ത് തുടങ്ങുന്നത് ഈ മെഹർഗഡ് റീജിയനിലാണ്. സോ ഇവിടെ ഒരു ഏർലി നിയോളിത്തിക് സൈറ്റ് എന്ന് പറയുന്നത് മെഹർഗഡ് ആണ്. ഞാൻ ജസ്റ്റ് ഒരു 4 ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ട് നമ്മുടെ ആ ഒരു ഏരിയാസിനെ ബന്ധപ്പെടുത്തിയിട്ട് ചർച്ച ചെയ്യാം എന്ന് വിചാരിച്ചിട്ടുണ്ട് ഈ ഒരു 4 ക്വസ്റ്റ്യനോട് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഈ ഒരു ക്വസ്റ്റ്യന് പ്രത്യേകത നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ദിസ് ഈസ് അബൌട്ട് ദ നിയോളിത്തിക് സൈറ്റ്. ഓക്കെ, അപ്പോൾ ഇപ്രാവശ്യം നമ്മളോട് മെഹർഗഡിനെ പറ്റിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ടേമിൽ ചിലപ്പോൾ എന്തായിരിക്കും മറ്റൊരു നിയോളിത്തിക് സൈറ്റിനെ സംബന്ധിച്ച് ചോദിക്കും, നോർത്ത് ഈസ്റ്റിലെ നിയോളിത്തിക് സൈറ്റുകളെ പറ്റി ചോദിക്കും, കശ്മീരിലെ നിയോളിത്തിക് സൈറ്റുകളെ പറ്റി ഒരുപാട് ക്വസ്റ്റ്യൻസ് നേരത്തെ വന്നിട്ടുണ്ട്. പിറ്റ് ഡ്വെല്ലിങ്സ് എവിടെയാണ് ഉണ്ടായിരുന്നതെന്നൊക്കെ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. സോ ഇത്തരത്തിൽ നമ്മൾ എന്താ പറയുക, ഏത് ഏരിയയിൽ നമ്മൾ സ്ട്രെസ് ചെയ്യണം എന്നുള്ളതാണ് ഇതിവിടെ മനസ്സിലാക്കേണ്ടത്. ആൻഡ് ഓൾസോ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡസ് നോട്ട് റെഫർ ടു ഫോം ആൻഡ് സ്റ്റൈൽ ഓഫ് മെഗാലിത്തിക് ബറിയൽസ്. നമ്മൾ എല്ലാവരും പഠിച്ചിട്ടുള്ള സംഗതിയാണ് മെഗാലിത്തിക് ബറിയൽസ് എന്ന് പറയുന്നത്. സൗത്ത് ഇന്ത്യയിൽ അല്ലെങ്കിൽ നമ്മുടെ അയൺ ഏജ് ഇൻ സൗത്ത് ഇന്ത്യ എന്നുള്ളതിന് പൊതുവെ നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ മെഗാലിത്തിക് ഏജ് എന്ന് പറയാറുള്ളത്. ആൻഡ് ഈ ഒരു കാലഘട്ടത്തിന്റെ ചരിത്രം നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കിയെടുക്കുന്നത് അവരുടെ ഈ ഒരു ബറിയൽ പ്രാക്ടീസിലൂടെയാണ്. അവരതിന്റെ ബറി ചെയ്തിട്ടുള്ള ഒരു എങ്ങനെയാ പറയല്, മരിച്ച ബോഡി അടക്കം ചെയ്തിട്ടുള്ള പ്രദേശത്ത് എന്ത് ചെയ്യുക, അവരൊരു കല്ല് വെക്കുന്ന ഒരു രീതി അവർക്കുണ്ടായിരുന്നു. സോ ബേസ്ഡ് ഓൺ ദ ഫീച്ചേഴ്സ് ഓഫ് ദ സ്റ്റോൺ നമ്മൾ എന്ത് ചെയ്യുന്നു, വ്യത്യസ്ത പേരുകൾ അതിനറിയപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെ അങ്ങനെ ഉള്ളൊരു സംഗതി അല്ലാത്തത് ഏത്, അതായത് ഈ ഒരു മെഗാലിത്തിക് മോണമെന്റ് അല്ലാത്തത് ഏത് എന്നുള്ളതാണ് ചോദ്യം വന്നിട്ടുള്ളത്. ആൻഡ് ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് അൽത്താർ എന്നുള്ളതാണ്. ഡോൾമെൻ, പിറ്റ്സ്, പോർട്ട് ഹോൾ ഇതെല്ലാം എന്താണ്, ഈ മെഗാലിത്തിക് ബറിയലിന്റെ ഭാഗമാണ്. പക്ഷെ ഫയർ അൽത്താർ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇൻഡസ് വാലിയിൽ കാലിബംഗാൻ പോലത്തെ സൈറ്റിൽ നിന്നൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും ഇവിടെ അൽത്താർ എന്നുള്ളതാണ് ഇതിനകത്ത് എങ്ങനെയാ പറയുക ശരിയായിട്ടുള്ള, അതായത് മെഗാലിത്തിക് ബറിയലിൽ പെടാത്തത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് മെഗാലിത്തിക് ബറിയൽസ്, മെഗാലിത്തിക് മോണമെന്റ്സ് ഒക്കെ എന്ത് ചെയ്യണം, നന്നായിട്ട് പഠിച്ചിരിക്കണം. ഏതൊക്കെയാണ് മെഗാലിത്തിക് മോണമെന്റ്സ് എന്നുള്ളത് അറിയാന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ ഒരു മാച്ച് ഓഫ് ഫോളോയിങ് ടൈപ്പ് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. അഗൈൻ ഇവിടെ ബാഗർ, ബൈറാത്ത്, ആഹർ, കാളിബംഗാൻ ഇതെല്ലാം എന്താണ്, സൈറ്റുകളാണ്. ഇവിടെ എങ്ങനെയാണല്ലോ ബുദ്ധിസ്റ്റ് റിമൈൻസ്, മെച്ചോർ ഹാരപ്പൻ, ചാൽക്കോലിത്തിക്, മെസോലിത്തിക് എന്നൊക്കെ പറഞ്ഞിട്ട് കാണാനായിട്ട് പറ്റും. കാളിബംഗാൻ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്നതാണ്. ഇറ്റ്സ് എ സൈറ്റ് ഓഫ് ഹരപ്പൻ സിവിലൈസേഷൻ എന്നുള്ളത്. ദെൻ ഇതിനകത്ത് അഹർ എന്ന് പറയുന്നത് ഒരു ചാൽക്കോലിത്തിക് സൈറ്റ് ആണ്. ദെൻ ബാഗർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ മെസോളിത്തിക് സൈറ്റ്. ആൻഡ് ബൈറാത്ത് എന്ന് പറയുന്നത് ഒരു ബുദ്ധിസ്റ്റ് റിമൈൻസ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള പ്രദേശമാണ്. ബാബ്രു ബൈറാത്ത് ഇൻസ്ക്രിപ്ഷൻ ഒക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. സോ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു സൈറ്റുകളെ സംബന്ധിച്ച് ഒരു ക്വസ്റ്റ്യൻ വന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരിക്കും. ആൻഡ് നെക്സ്റ്റ് വൺ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. വിച്ച് ഹിസ്റ്റോറിയൻ ഹാസ് ആർഗ്യൂഡ് ദാറ്റ് ദ ഡിക്ലൈൻ ഇൻ ദി ലാപ്പിസ് ലസൂലി ട്രേഡ് വിത്ത് മെസോപ്പൊട്ടാമിയ വാസ് എ ഫാക്ടർ ഇൻ ദ ഡിക്ലൈൻ ഓഫ് ദി ഹരപ്പൻ സിവിലൈസേഷൻ. അതായത് മെസോപ്പൊട്ടാമിയയുമായിട്ടുള്ള ലാപ്പിസ് ലസൂലിയുടെ അകത്തൊക്കെയുള്ള ട്രേഡിന്റെ ഡീക്ലൈൻ ആണ് ഹരപ്പൻ സിവിലൈസേഷന്റെ ഡീക്ലൈനിലേക്ക് നയിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞത് ആര് എന്നുള്ളതാണ്. അപ്പൊ നമ്മളിവിടെ എന്ത് ചെയ്യണം, ഹരപ്പൻ സിവിലൈസേഷനെ സംബന്ധിച്ച് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അവിടെ അതിന്റെ ഒറിജിൻ ഒരുപാട് തിയറീസ് ഉണ്ട്, ഡീക്ലൈൻ ഒരുപാട് തിയറീസ് ഉണ്ട്, ആൻഡ് ഒരുപാട് സൈറ്റുകൾ ഉണ്ട്. മിക്കവാറും സൈറ്റുകൾക്കൊക്കെ വേരിയസ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. ചാൻഹുദാരോന്റെ ഫീച്ചർ എന്താണ്, ധോളവീരയുടെ സവിശേഷത എന്താണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എക്സാമിന് വരുന്നതാണ്. സോ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഈ രീതിയിലൊക്കെ നോക്കണം എന്നുള്ളതാണ് ഞാൻ ഇത്രയും പറഞ്ഞതിന്റെ ഒരു ഔട്ട്കം ആയിട്ട് നിങ്ങൾ എടുക്കേണ്ടത്. സോ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ആൻസർ വരുന്നത് ഷിരീൻ രത്നാകർ എന്നുള്ളതാണ്. അദ്ദേഹമാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഈ ഒരു ലാപ്പിസ് ലസൂലിന്റെ ട്രേഡിലെ ഡീക്ലൈൻ ആണ് ഹരപ്പൻ സിവിലൈസേഷന്റെ ഡീക്ലൈനിലേക്ക് പിന്നീട് നയിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഇനി ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാല്, നമ്മൾ ഏതൊക്കെ ടോപ്പിക്കുകളിലാണ് നമ്മുടെ ഫോക്കസ് ഉണ്ടാവേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ടാണ് പറയാനായിട്ട് പോകുന്നത്. അതിനു മുൻപ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇവിടെ കഴിഞ്ഞ എക്സാമിൽ, അതായത് ഈ ഒരു 2024 ഡിസംബറിലും അതുപോലെ 2024 ജൂണിലെ സൈക്കിളിലെ എക്സാമുകളിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ ഒരു സ്വഭാവം നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഏതൊക്കെ ഏരിയയിൽ നിന്നാണ്, ഫോർ എക്സാമ്പിൾ ആൻഷ്യൻ എത്ര ക്വസ്റ്റ്യൻ വന്നു, മെഡീവൽ എത്ര വന്നു, മോഡേൺ, ഏർലി മെഡീവൽ ആ രീതിയിൽ ഹിസ്റ്റോറിയോഗ്രാഫി എന്നൊക്കെ പറഞ്ഞിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഞാൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടി പറഞ്ഞിട്ട് എന്ത് ചെയ്യും, നമ്മൾ ആ ഒരു ഫോക്കസ് ചെയ്യേണ്ട ടോപ്പിക്കുകളിലേക്ക് പോകും എന്നുള്ളതാണ്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് 2024 ഡിസംബറിൽ വന്നിട്ടുണ്ട്. ഡയറക്റ്റ് ഇൻ ദ സെൻസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളൊന്നും അല്ലാത്ത ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡയറക്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഡിസംബർ 2024 ഏതാണ്ട് 40 ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് മൾട്ടി സ്റ്റേറ്റ്മെന്റ്, ഏത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് എന്നൊക്കെ പറഞ്ഞു വരുന്ന അത്തരത്തിലുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് നമ്മളിവിടെ
മൾട്ടി സ്റ്റേറ്റ്മെന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അത്തരത്തിൽ 24 ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. മാച്ച് ദ ഫോളോയിങ് എന്നുള്ള രീതിയിൽ 15 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യാനായിട്ട് ലാസ്റ്റ് എക്സാമിൽ വന്നിട്ടുള്ളത് 11 ക്വസ്റ്റ്യൻസ് ആണ്. ആൻഡ് ഈ അസേർഷൻ റീസൺ എന്നുള്ളത് ഇപ്പോൾ കഴിഞ്ഞ 1-2 ഷിഫ്റ്റുകളിൽ എക്സാമിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് സ്റ്റേറ്റ്മെന്റ് 1, സ്റ്റേറ്റ്മെന്റ് 2 എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ബോത്ത് സ്റ്റേറ്റ്മെന്റ് ആർ ട്രൂ, ഓൺലി 1 ഈസ് ട്രൂ, ആ രീതിയിൽ വരാറുണ്ട്. സോ അതും ലാസ്റ്റത്തെ 2 എക്സാമുകളിലും നമ്മൾ കണ്ടിട്ടില്ല. റീഡിംഗ് കോംപ്രഹെൻഷന്റെ 10 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. 2 പാസേജ് തരും, എന്നിട്ട് 5 ക്വസ്റ്റ്യൻസ് ആണ് അതിനകത്ത് ഉണ്ടാവുക. പൊതുവെ ഹിസ്റ്ററിയുടെ ഒക്കെ ഒരു ട്രെൻഡ് എന്ന് വെച്ചാൽ പാസേജ് നമുക്ക് ഉണ്ടാവും എന്ന് വെച്ചാൽ പാസേജിനകത്ത് ഉത്തരം ഉണ്ടാവണം എന്ന് യാതൊരു നിർബന്ധമില്ല. പാസേജ് ശരിക്കും നമ്മൾക്ക് ഒരു ഓറിയന്റേഷൻ ഉണ്ടാക്കുക, അതായത് ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ അറ്റൻഷൻ കൊണ്ടുവരിക എന്നുള്ളത് മാത്രമായിരിക്കും അതിന്റെ ഉദ്ദേശം. എന്നിട്ട് ക്വസ്റ്റ്യൻ വരെ എന്തായിരിക്കും, നമ്മളൊരു കോംപ്രഹെൻഷൻ അല്ല ശരിക്കും, അതായത് ഇതൊരു പാസേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻ മാത്രമാണ്. ഇറ്റ്സ് നോട്ട് ആക്ച്വലി റീഡിംഗ് കോംപ്രഹെൻഷൻ. ആ രീതിയിൽ മനസ്സിലാക്കുക. പേപ്പർ വണ്ണിലാണെങ്കിൽ റീഡിംഗ് കോംപ്രഹെൻഷൻ എന്ന് വെച്ചാൽ ആ കോംപ്രഹെൻഷനിൽ ആ പാസേജിനകത്ത് ആ ക്വസ്റ്റിന്റെ ഉത്തരം ഉണ്ടായിരിക്കും. ടെസ്റ്റ് ചെയ്തിട്ടായിരിക്കും കൊടുക്കുന്നുണ്ടാവുക, പക്ഷെ ഇവിടെ അങ്ങനെ ടെസ്റ്റ് ചെയ്തിട്ടും കൊടുക്കുന്നുണ്ടാവില്ല. ഉത്തരം എന്നുള്ളത് നമ്മൾ പുറത്തുനിന്ന് കണ്ടെത്തണം, നമ്മൾ പഠിച്ച കാര്യങ്ങളിൽ നിന്ന് എന്ത് ചെയ്യണം, എടുത്തിട്ട് അത് പ്രസന്റ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് വരിക. ഓക്കെ, ഇനി ഏതൊക്കെ ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും 2024 ഡിസംബറിൽ, അതുപോലെ തന്നെ 2024 ജൂണിൽ ഷിഫ്റ്റ് 1, ഷിഫ്റ്റ് 2 ഈ 2 ഷിഫ്റ്റ് ഉണ്ടായിരുന്നു. ആ സമയത്ത് അറിയുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഒരു ഏരിയ നമ്മൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ പ്രീ ഹിസ്റ്ററി ടു വേദിക് ഏജ്, അതായത് നമ്മളെ ഈ പ്രീ ഹിസ്റ്ററി എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. നമ്മുടെ സ്റ്റോൺ ഏജ്, മെസോളിത്തിക്, നിയോളിത്തിക്, പാലിയോളിത്തിക്, ചാൽക്കോളിത്തിക്, ഇതിനൊക്കെ നമ്മൾ പൊതുവെ പ്രീ ഹിസ്റ്റോറിക് ഏജ് എന്ന് പറയാറുള്ളത്, അല്ലെങ്കിൽ പ്രീ ഹിസ്റ്റോറിക് പീരീഡ് എന്ന് പറയാറുള്ളത്. റിട്ടേൺ റെക്കോർഡ്സ് അവൈലബിൾ അല്ലാത്ത കാലഘട്ടത്തിനാണ് നമ്മൾ പ്രീ ഹിസ്റ്ററി എന്ന് പറയുന്നത്. പ്രീ ഹിസ്റ്ററി, പ്രോട്ടോ ഹിസ്റ്ററി, ഹിസ്റ്റോറിക് പീരീഡ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടായിരിക്കും. അതൊന്നും അറിയാത്ത ആരോട് ഉണ്ടാവില്ല എന്നുള്ളത് നല്ല ഉറപ്പെനിക്കുണ്ട്. ഞാൻ അതിനെപ്പറ്റി പറയുന്നൊന്നുമില്ല. സോ ഈ ഒരു പ്രീ ഹിസ്റ്ററി ടു വേദിക് ഏജിന്റെ ആ ഒരു ടൈം പീരീഡിൽ നിന്ന് ഏതാണ്ട് 9 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ആൻഡ് ജൂണിലേക്ക് പോകുന്ന സമയത്ത് 10 ക്വസ്റ്റ്യൻ, ആൻഡ് ഷിഫ്റ്റ് 2-നകത്ത് 7 ക്വസ്റ്റ്യൻ ഒക്കെ ആ ഒരു ഭാഗത്ത് വന്നിട്ടുണ്ട്. പിന്നീട് നിങ്ങൾക്ക് അറിയാം, ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നമ്മുടെ എന്താണ് പറയല്, ഫസ്റ്റ് അർബനൈസേഷൻ എന്ന് പറയുന്നത് ശരിക്കും ഇൻഡസ് വാലി സിവിലൈസേഷൻ ആണ്. ഓക്കെ, ഫസ്റ്റ് അർബനൈസേഷൻ എന്ന് പറയുന്നത് ഇൻഡസ് വാലി സിവിലൈസേഷൻ ആണ്. അതിനുശേഷം രണ്ടാം അർബനൈസേഷൻ എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ സെക്കൻഡ് അർബനൈസേഷൻ എന്ന് പറഞ്ഞിട്ട് 6th സെഞ്ചുറി BC-യിലാണ് ഇന്ത്യയിൽ അതിന്റെ ഒരു ഡെവലപ്മെന്റ് വരുന്നത്. ഇന്ത്യയിൽ പഞ്ച് മാർക്കഡ് കോയിൻസ് ആദ്യമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങുന്നു. അതുപോലെ തന്നെ മഹാജനപദാസ് എമർജ് ചെയ്ത് വരുന്നു. നമ്മളെ ഈ ഒരു വേദിക് പീരീഡിന്റെ ഒരു അവസാനം വരുന്ന ഈ ഒരു സമയം മുതൽ, അല്ലെങ്കിൽ 6th സെഞ്ചുറി BC മുതൽ പിന്നീട് മൗര്യൻ എംപയറിന്റെ ഫോർമേഷൻ, അല്ലെങ്കിൽ മൗര്യൻ എംപയർ ഇൻക്ലൂഡിങ് ആയിട്ടുള്ള ആ ഒരു ടൈം പീരീഡ് ഏതാണ്ട് ഡിസംബറിൽ 8 ക്വസ്റ്റ്യൻ, ജൂണിൽ 4 ക്വസ്റ്റ്യൻ, ദെൻ അഗൈൻ ജൂണിൽ ഷിഫ്റ്റ് 2-ൽ 4 ക്വസ്റ്റ്യൻ ഒക്കെ വന്നിട്ടുണ്ട്. പോസ്റ്റ് മൗര്യൻ പീരീഡിലേക്ക് വരികയാണെങ്കിൽ, പോസ്റ്റ് മൗര്യൻ എന്ന് പറയുമ്പോൾ നമ്മുടെ എന്താണ് പറയുക, ഈ ശുംഗ ഡൈനസ്റ്റി, കൻവ ഡൈനസ്റ്റി, ഇൻഡോ ഗ്രീക്സ്, കുഷാൻസ്, പാർത്തിയൻസ് തുടങ്ങിയിട്ടുള്ള ഡൈനസ്റ്റിനെയൊക്കെ നമ്മൾ പോസ്റ്റ് മൗര്യൻ ടൈമിലെ ഡൈനസ്റ്റീസ് എന്ന് പറയാറുള്ളത്. ശതവാഹനാസ് സൗത്തിൽ വരുമ്പോൾ, ഏതായാലും ഈ ഒരു പോസ്റ്റ് മൗര്യൻ പീരീഡിൽ ഏതാണ്ട് 5 ക്വസ്റ്റ്യൻ ഡിസംബറിൽ വന്നിരുന്നു. ജൂണിലേക്ക് വരികയാണെങ്കിൽ 2 ക്വസ്റ്റ്യൻ, 4 ക്വസ്റ്റ്യൻ വെച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് പോസ്റ്റ് മൗര്യന് ശേഷം, അല്ലെങ്കിൽ മൗര്യാസ് എൻഡ് ചെയ്യുന്നു, അതിനുശേഷം ശരിക്കും പറഞ്ഞാൽ കുറെ റീജിയണൽ ഡൈനാസ്റ്റീസ് ആണ് വരുന്നത്. പിന്നീട് ഒന്നുകൂടി കൺസോളിഡേറ്റ് ചെയ്ത്, അതായത് ഒരു പാൻ ഇന്ത്യൻ എന്നൊക്കെ നമ്മൾ പറയാൻ പറ്റില്ല, ആ കാലഘട്ടത്തിലെ പാൻ ഇന്ത്യൻ എന്ന് പറയാം കേട്ടോ. ഇന്നത്തെ ഇന്ത്യ വെച്ച് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് എൻറ്റയർലി ഡിഫറെന്റ്. നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും, നമ്മൾ പറയില്ലേ സൗത്ത് ഇന്ത്യ എന്ന് പറയുന്നത് ഇറ്റ് വാസ് നെവർ ബീൻ എ പാർട്ട് ഓഫ് മെയിൻ സ്ട്രീം ഇന്ത്യ. അറിയാലോ, ഈ ഒരു നമ്മുടെ എന്താ പറയല്, വിന്ധ്യ സത്പുരന്റെ ഇപ്പുറത്തേക്ക്, അല്ലെങ്കിൽ ഈ ഒരു ഡെക്കാൻ പ്ലാറ്റുവിന്റെ ഇപ്പുറത്തേക്ക് എന്ത് ചെയ്യാറില്ല, ഈ ഒരു നമ്മുടെ അശോകനാവട്ടെ, മുഗൾസ് ആവട്ടെ, ഇങ്ങനെ തുടങ്ങിയിട്ടില്ല മെയിൻ റൂളേഴ്സ് ഒന്നും എന്ത് ചെയ്തിട്ടില്ല, ഇങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ചെറിയ ചെറിയ അറ്റാക്കുകളൊക്കെ നടത്തി എന്നല്ലാതെ അവരുടെ ഡോമിനേഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അതിലേക്ക് പോകുന്നില്ല. എന്തായാലും പോസ്റ്റ് മോഡേൺ പീരീഡിൽ ഒരു കുറെ ചെറിയ ചെറിയ ഡൈനാസ്റ്റീസ് ഉണ്ടായിരുന്നത്. പിന്നീട് അതിനൊന്നുകൂടി കൺസോളിഡേറ്റ് ചെയ്ത് കുറച്ചുകൂടി ഒരു ലാർജ് സ്കെയിൽ എംപയർ എന്നുള്ള രീതിയിലേക്ക് പോകുന്നത് ഗുപ്താസ് വരുന്ന സമയത്താണ്. ഗുപ്താസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ഗുപ്താസിന് ശേഷം എന്ത് ചെയ്യുന്നു, പോസ്റ്റ് ഗുപ്താസിന്റെ ഒരു ടൈമിലേക്ക് വരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ഗുപ്ത ടു പോസ്റ്റ് ഗുപ്ത പീരീഡിലുള്ള ഏതാണ്ട് 8 ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസംബർ സൈക്കിളിൽ വന്നിട്ടുണ്ടായിരുന്നു. ജൂണിൽ 4ഉം 5ഉം ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് ഏർലി മെഡീവൽ പീരീഡ് ആണ്. അതായത് ഗുപ്താസിന്റെ ഡിക്ലൈനിന് ശേഷമുള്ള ഒരു കാലഘട്ടത്തിന് നമുക്ക് എന്താണ് പറയുക, പൊതുവെ ഏർലി മെഡീവൽ, സ്പെഷ്യലി പറയുകയാണെങ്കിൽ നമ്മുടെ
നോർത്ത് ഇന്ത്യയില് ട്രൈപാർട്ടൈറ്റ് സ്ട്രഗിൾ, പാല, പ്രതിഹര, രാഷ്ട്രകൂട ഇവരൊക്കെ നടത്തിയിട്ടുള്ള ആ ഒരു ഫൈറ്റ്, നമ്മുടെ കനൗജിന് വേണ്ടിയിട്ടുള്ള ഒരു ഫൈറ്റ്, പിന്നെ ഒരുപാട് ഡൈനാസ്റ്റീസ്, ഡെക്കാനിൽ ഒരുപാട് ഡൈനാസ്റ്റി, ഈസ്റ്റിലും വെസ്റ്റിലും എന്ന് തുടങ്ങിയ എല്ലാ ഭാഗത്തും എന്ത് ചെയ്യാണ്, ഒരുപാട് റീജിയണൽ ഡൈനാസ്റ്റീസ് എമേർജ് ചെയ്യുന്ന ഒരു സമയമുണ്ട്. അതാണ് ഏർലി മെഡീവൽ പീരീഡ് എന്ന് പറയുന്നത്. നമ്മുടെ ഹർഷന്റെ ഒരു ശേഷമുള്ള സമയത്തിന് നമ്മൾ പൊതുവെ ഏർലി മെഡീവൽ ആയിട്ട് പറയാറുള്ളത്. ഫ്രം ദെയർ ടു ദ ബിഗിനിങ് ഓഫ് ദ ഡൽഹി സുൽത്താനേറ്റ് 1206 വരെയുള്ള ഒരു സമയത്തിനാണ് നമ്മൾ പൊതുവെ ഏർലി മെഡീവൽ എന്നുള്ള രീതിയിൽ എന്താണ് ജനറലി പറയാറുള്ളത്. എന്തായാലും അവിടുന്ന് ഒരു 10 ക്വസ്റ്റ്യൻ, 11 ക്വസ്റ്റ്യൻ, 12 ക്വസ്റ്റ്യൻ ഒക്കെ വെച്ച് വന്നിട്ടുണ്ട്. ദെൻ ടർക്കിഷ് ഇൻവേഷൻ, ഡൽഹി സുൽത്താനേറ്റിന്റെ ഒരു ഫോർമേഷൻ അല്ലെങ്കിൽ ഡൽഹി സുൽത്താനേറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു ടൈം പീരീഡിലെ സംഗതികളുമായിട്ട് ബന്ധപ്പെട്ട് 9 ക്വസ്റ്റ്യൻ, 7 ക്വസ്റ്റ്യൻ, 8 ക്വസ്റ്റ്യൻ ഒക്കെ വെച്ചിട്ട് കഴിഞ്ഞ എക്സാമുകളിൽ വന്നിരുന്നു. മുഗൾ എംപയറിലേക്ക് പോവുകയാണെങ്കിൽ അതിന് ലാസ്റ്റ് എക്സാമിൽ 9 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. അതിന്റെ മുൻപ് ജൂണിൽ 13ഉം 10 ഒക്കെ വന്നിട്ടുണ്ട്. ദെൻ വിജയനഗർ എംപയറിൽ ലാസ്റ്റിലെ റീസെന്റ് എക്സാമിൽ ഡിസംബറിൽ ചോദിച്ചിട്ടുള്ളത് ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ്. അതിന് മുൻപ് 4 ക്വസ്റ്റ്യൻ, അതിന് മുൻപ് ജൂണിൽ അടുത്ത ഷിഫ്റ്റിൽ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ വെച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ മറാത്തയിലേക്ക് വരികയാണെങ്കിൽ 4 ക്വസ്റ്റ്യൻ, 5 ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിലൊക്കെയാണ് ചോദിക്കാറുള്ളത്. ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ഏരിയയിൽ നിന്നെല്ലാം ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, ദാറ്റ്സ് കൺഫേം. ആൻഡ് നമ്പർ മേ വാരി. ആൻഡ് നമുക്കറിയാം ഇതിൽ റെലവെന്റ് ആയിട്ടുള്ള, ഫോർ എക്സാമ്പിൾ ഏർലി മെഡീവൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് കാണുന്നു, ഗുപ്തയിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് കാണുന്നു. അതായത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയയിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും. ആൻഡ് വിജയനഗര എന്ന് പറയുന്നത് എങ്ങനെയാ പറയല്, ചില സമയത്ത് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരും, ചിലപ്പോൾ കുറച്ച്, അതായത് ഇങ്ങനെ പറയല് വേരി ചെയ്യുന്ന ഒരു ഏരിയ ആണ്. ആൻഡ് അതിനകത്ത് ക്വസ്റ്റ്യൻ വരുന്നതിന്റെ നേച്ചറും ഭയങ്കര ഡിഫറെന്റ് ആയിരിക്കും. അതിൽ മിക്കവാറും അവിടെ വിസിറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ട്രാവലേഴ്സ് ഉണ്ട്, അബ്ദുൾ റസാഖിനെയൊക്കെ പോലെ, നിക്കോള കോണ്ടിനെയൊക്കെ പോലെ, അവരെയൊക്കെ സംബന്ധിച്ചൊക്കെയാണ് എന്ത് ചെയ്യാറുള്ളത്, പൊതുവെ ക്വസ്റ്റ്യൻസ് കാണാറുള്ളത്. ആൻഡ് ഓൾസോ ദ ഡൈനാസ്റ്റി റൂളേഴ്സ് ഒക്കെ വളരെ വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഇനി നമ്മൾ അടുത്തൊരു ഭാഗത്തേക്ക് പോകണം. അതായത് നമ്മൾ മെഡീവൽ ഒക്കെ കഴിഞ്ഞ് വിജയനഗരാസും എല്ലാം നമ്മൾ അവിടുന്ന് വിട്ടു. ഇനി നമ്മൾ മോഡേൺ പീരീഡിലേക്ക് വരികയാണെങ്കിൽ, മോഡേൺ എന്ന് ശരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുള്ളത് ഈ ഒരു അഡ്വന്റ് ഓഫ് യൂറോപ്യൻസ് എന്ന ഭാഗത്ത് നിന്ന് കഴിഞ്ഞ എക്സാമിൽ ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. അതിന് മുൻപ് 4 എണ്ണം, അതിന് മുൻപ് 1 എന്നുള്ള രീതിയിലൊക്കെയുള്ള ഷിഫ്റ്റിൽ വന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു. അഡ്വന്റ് ഓഫ് യൂറോപ്യൻസ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും പോർച്ചുഗീസുകാരൊക്കെയാണ് അവിടുന്ന് ചോദിക്കാറൊക്കെ ഉള്ളത്. എന്ന് വെച്ചാൽ മറ്റുള്ളവർ ചോദിക്കില്ല എന്നല്ല. പിന്നെ ഫാക്ടറീസിന്റെ ഫോർമേഷൻ, എവിടെ വന്നു, ആര് വന്നു എന്നുള്ള രീതിയിലൊക്കെ കാണാറുണ്ട്. ദെൻ ബ്രിട്ടീഷ് രാജ് ആൻഡ് എക്കണോമിക് പോളിസി, ബ്രിട്ടീഷുകാരുടെ നമ്മൾ എന്താ പറയുക എക്കണോമിക് ഹിസ്റ്ററി എന്ന് പറയുന്ന ഭാഗം, അതായത് എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള അവരുടെ നമ്മുടെ എന്താണ് പറയല് ലാൻഡ് റവന്യൂ പോളിസീസ്, ഇതൊക്കെ എന്താണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. മാൽവാരി, ജമീന്ദാരി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, റൈറ്റ് വാരി എന്നൊക്കെ പറഞ്ഞിട്ട് എവിടെ കൊണ്ടുവന്നു, ഏത് വർഷത്തിൽ കൊണ്ടുവന്നു, ആര് കൊണ്ടുവന്നു, ഇങ്ങനെയൊക്കെയാണ് എക്സാമിൽ ചോദിക്കാറുള്ളത്. സോ അതും വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ അവരുടെ ഒരു ഫേസസ് ഉണ്ട്, എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷനെ തന്നെ ഫേസസ് നമുക്ക് കാണാനായിട്ട് പറ്റും. മെർക്കന്റലിസം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. പിന്നെ ബുളിയൻ്റെ ഔട്ട്ഫ്ലോ, ഇൻഫ്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആൻഡ് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് കാണാറുണ്ട്. 4, 7, 5, 6 എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ദെൻ സോഷ്യോ റിലീജിയസ് റീഫോം മൂവ്മെന്റ്സ് ആണ്. ആൻഡ് ഓൾസോ പെസൻ ട്രൈബൽസ് 1857 റിവോൾട്ട് തുടങ്ങിയിട്ടുള്ള ഭാഗത്തു നിന്നൊക്കെ 7 ക്വസ്റ്റ്യൻ, 10 ക്വസ്റ്റ്യൻ, 9 ക്വസ്റ്റ്യൻ ഒക്കെ വെച്ചിട്ട് വരാറുണ്ട്. ഇതിനൊക്കെ എങ്ങനെയാണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ അടുത്ത സ്ലൈഡുകളിൽ പറയട്ടോ. ദെൻ നാഷണൽ മൂവ്മെന്റിലേക്ക് വരികയാണെങ്കിൽ അവിടെ നമുക്കറിയാം ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ്, അതായത് ഇൻഡിപെൻഡൻസ് സ്ട്രഗിളുമായിട്ട് ബന്ധപ്പെട്ട് INCയുടെ ഫോർമേഷൻ ഫ്രം ദെയർ ടിൽ ഇൻഡിപെൻഡൻസ് ആൻഡ് ആഫ്റ്റർ ദാറ്റ് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് കൺസോളിഡേഷൻ എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ഇന്റഗ്രേഷൻ ഓഫ് ഫ്രണ്ട്ലി സ്റ്റേറ്റ്, അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ്. ആൻഡ് റയറായിട്ടാണ് വരാറുള്ളത്. ഇന്ത്യ പാക് വാറുകളെ സംബന്ധിച്ച്, ഇന്ത്യയുടെ ഈ LPG പോളിസിനെ സംബന്ധിച്ചൊക്കെ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. പക്ഷെ അവിടേക്ക് ഭയങ്കരമായിട്ട് കയറി പോകാറില്ല. ഈ ഒരു പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇന്ത്യയിൽ നിന്ന് പൊതുവെ ഒരു 2 ക്വസ്റ്റ്യൻസ്, നാഷണൽ മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു 6, 7 ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. ഈ ഒരു ജൂണിലെ ഷിഫ്റ്റിലൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ പറഞ്ഞ ശരിക്കും 9th യൂണിറ്റ് ആണ് നാഷണൽ മൂവ്മെന്റ് എന്ന് പറയുന്നത്. അവിടെ നിന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഗാന്ധി റിലേറ്റഡ് ആയിട്ട് നമ്മുടെ നാഷണൽ ലീഡേഴ്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ ഇവിടെ നിന്നാണ് വരാറുള്ളത് പൊതുവെ. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു രീതി എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഏൻഷ്യന്റ് ഇന്ത്യ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഫോക്കസ് ചെയ്യേണ്ടത് എവിടെയാണ്, അതായത് കഴിഞ്ഞ എക്സാമിന് നമ്മൾ എടുത്തിട്ടൊരു റഫറൻസ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഏൻഷ്യന്റ് ഇന്ത്യ പഠിക്കുമ്പോൾ എവിടെ നമ്മൾ സ്ട്രെസ് ചെയ്യണം, ഏത് ഭാഗത്താണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ആദ്യം നമ്മൾ നോക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, അതിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. അതായത് ഇവിടെ ഏർലി സൊസൈറ്റീസ് ആൻഡ് കൾച്ചേഴ്സ്,
നമ്മുടെ നിയോളിത്തിക് സൈറ്റ്, അതിനകത്ത് നിയോളിത്തിക് എന്ന് മാത്രമല്ല, നമുക്ക് ചിലപ്പോൾ മെസോളിത്തിക് എന്നുള്ള ക്വസ്റ്റ്യൻസ് വരാം, അതുപോലെ തന്നെ നമ്മുടെ പാലിയോളിത്തിക് എന്നോ ഒക്കെ വരാം. ശരിക്കും നമ്മുടെ സിലബസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നിയോളിത്തിക് എന്നാണ്. ബട്ട് സ്റ്റിൽ NTA യൂസ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ് ഫ്രം പാലിയോളിത്തിക്, മെസോളിത്തിക് ആസ് വെൽ. ആൻഡ് ഈ ഒരു അതൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഭയങ്കര ആഴത്തിൽ പോയിട്ട് ഒരുപാട് ഡിഗ് ചെയ്ത് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പ്രധാനമായിട്ടും സൈറ്റുകൾ ഏതൊക്കെയാണ്, ആൻഡ് ഈ സൈറ്റുകളുടെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അത് ഏത് ഇന്നത്തെ ഇന്ത്യൻ സ്റ്റേറ്റിലാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്, അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ മെസോളിത്തിക് എന്ന് പറയുമ്പോൾ എന്താണ്, അവർ യൂസ് ചെയ്തിട്ടുള്ള ടൂൾസ് ഏതൊക്കെയായിരുന്നു, മൈക്രോലിത്സിന്റെ പ്രാധാന്യം, അതുപോലെയുള്ള ഈ എന്താണ് പറയുക ബോറൽ ബെറിൻ തുടങ്ങിയിട്ടുള്ള സംഗതികളൊക്കെ എന്ത് ചെയ്യും, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. ഇങ്ങനെയുള്ള സാധനത്തിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നാണ് പറഞ്ഞു വരുന്നത്. പിന്നെ അതിൽ വരുന്നത് ഞാൻ പറഞ്ഞു നിയോളിത്തിക് സൈറ്റുകൾ, സ്പെഷ്യലി മേർഗഡോ കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതിനകത്ത് ചാൽക്കോളിത്തിക് സൈറ്റുകൾ നമ്മൾ അഹർ, ഗിലുൻസ്, ബലാത്തൽ എന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കും. രാജസ്ഥാനിലൊക്കെ ആ ഒരു റീജിയനിലൊക്കെയാണ് ഒരുപാട് ചാൽക്കോളിത്തിക് സൈറ്റുകൾ വരുന്നത്. അപ്പൊ അതിനെ പറ്റിയിട്ടും മാത്സ് ഫോളോയിങ്ങിൽ ചോദിക്കാറുണ്ട്. എക്സാമിന് വളരെ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു ഏരിയ തന്നെയാണ്. പിന്നെ വരുന്നത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു ഈ ഒരു മെഗാലിത്തിക് ബറിയൽസ് എന്നുള്ളത് കഴിഞ്ഞ എക്സാമിൽ വന്നിട്ടുണ്ട്, അതിന്റെ മുൻപൊക്കെ എക്സാമിൽ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് മെഗാലിത്തിക് ബറിയൽസിനെ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ള രീതിയിലാണ്. അതിനകത്ത് കുറച്ച് ബറിയൽസിന്റെ മോണമെന്റ്സിനെ കൊടുക്കും. അതിനകത്ത് നമുക്ക് മെഗാലിത്തിക് ബറിയലായിട്ട് ബന്ധപ്പെട്ടത് ഏതൊക്കെയാണ്, പെടാത്തത് ഏത് പറഞ്ഞിട്ടാണ് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. പിക്ചർ വെച്ചിട്ട് തന്നെ പഠിക്കുക എന്നുള്ളതാണ്. പല പല പേരിൽ അത് അറിയപ്പെടും. ചിലപ്പോൾ സിസ്റ്റ്, ഡോൾമെൻ എന്നൊക്കെ പറഞ്ഞിട്ട് നെയിംസ് വിൽ ബി ഡിഫറെന്റ്, പക്ഷെ അതെല്ലാം ഇതിന്റെ ഭാഗമായിരിക്കും എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സെയിം സംഗതിക്ക് തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള നെയിമുകൾ അവർ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. സോ നമ്മൾ ഒതന്റിക് ടെക്സ്റ്റുകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വിച്ച് പിക്ചർ എന്ത് ചെയ്യുന്നുണ്ട് അതെല്ലാം കാണാം എന്നുള്ളതിനാണ്. ഉപീന്ദ്രന്റെ വർക്ക് എടുത്തു കഴിഞ്ഞാൽ പിക്ചേഴ്സും അതിന്റെ വ്യത്യസ്ത പേരുകളൊക്കെ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഹാരപ്പൻ സിവിലൈസേഷന്റെ കാര്യം ഞാൻ പറഞ്ഞു. അതിനകത്ത് നമ്മൾ അതിന്റെ ഒരു ഒറിജിൻ നമ്മൾ നോക്കണം, അതിന്റെ ഡീക്ലൈൻ്റെ തിയറീസ് നമ്മൾ നോക്കണം, അവരുടെ അഡ്മിനിസ്ട്രേഷൻ നമ്മൾ നോക്കണം, ഹാരപ്പൻ സൈറ്റുകൾ നമ്മൾ നോക്കണം, ഓരോ സൈറ്റുകളുടെയും ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കണം, എവിടേക്കാണ് സിറ്റാഡൽ ഉണ്ടായിരുന്നത്, എവിടെയാണ് സിറ്റാഡൽ ഉണ്ടാവാതിരുന്നത്, എവിടെയാണ് എന്താണ് പറയുക മിഡിൽ ടൗൺ ഉണ്ടായിരുന്നത്, ഇങ്ങനെ തുടങ്ങി ഫോർട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്ന എവിടെ, ഇല്ലാത്ത എവിടെയാണ്, എവിടെയാണ് ഫയർ ആൽത്താർ കണ്ടെത്തിയിട്ടുള്ളത്, ഇങ്ങനെ വേരിയസ് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ ആണ് ഇൻഡസ് സിവിലൈസേഷൻ എന്ന് പറയുന്നത്. അവിടുന്ന് കണ്ടെത്തിയിട്ടുള്ള ഒബ്ജക്റ്റുകളൊക്കെ സംബന്ധിച്ചൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പിന്നെ മഹാജനപദാസ് ആണ്. മഹാജനപദാസിനെ സംബന്ധിച്ച് ഇതിനകത്ത് ഞാൻ ക്വസ്റ്റ്യൻ ഉൾക്കൊള്ളിച്ചിട്ടില്ല. എന്തായാലും നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും, മഹാജനപദാസ് എന്ന് പറയുന്ന ഈ ഒരു 6th century BC എമോവ് ചെയ്ത് വന്നിട്ടുള്ള ലാർജ് സ്റ്റേറ്റുകളാണ് നമ്മൾ മഹാജനപദാസ് എന്ന് പറയുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന ചെറിയ ചെറിയ ജനപദാസ് പലപ്പോഴും അനക്സ് ചെയ്തിട്ടും കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടൊക്കെ ഇങ്ങനെ മഹാജനപദാസ് ആയിട്ട് മാറി. ആൻഡ് ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി there was how many മഹാജനപദാസ്? 16 മഹാജനപദാസ്, 16 മഹാജനപദാസ് ആണ് ഉണ്ടായിരുന്നത്. അതിനാണ് നമ്മൾ സോലസ മഹാജനപദ എന്നൊക്കെ പറയുന്നത്. ബുദ്ധിസ്റ്റ് ടെക്സ്റ്റ് ആയിട്ടുള്ള അങ്കുത്തര നികായുടെ അകത്താണ് മഹാജനപദന്റെ ലിസ്റ്റുകൾ നമ്മൾ കാണുന്നത്. പിന്നെ ജൈൻ ടെക്സ്റ്റ് ആയിട്ടുള്ള ഭഗവതി സൂത്രന്റെ അകത്ത് കാണാൻ പറ്റുന്നുണ്ട്. എന്തായാലും മഹാജനപദാസിനെ സംബന്ധിച്ച് അവരുടെ ക്യാപിറ്റൽസ് NTA വളരെ ഫേവർ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. എല്ലാ എക്സാമിനും ക്യാപിറ്റലിനെ പറ്റിയിട്ടുള്ള ഒരു മെൻഷനിങ് നമുക്ക് കാണാനായിട്ട് പറ്റും. ദെൻ അടുത്ത ഇപ്പൊ റീസെന്റ് ആയിട്ടുള്ള എക്സാമുകളിൽ അവർ ചോദിക്കുന്നത് ഈ ജനപദാസിന്റെ ഇടയിൽ നിന്ന്, മഹാജനപദാസിന്റെ ഇടയിൽ നിന്ന് സദേൺ മോസ്റ്റ് ഏതായിരുന്നു, അല്ലെങ്കിൽ നോർത്ത് വെസ്റ്റിൽ ഉണ്ടായിരുന്നത് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ അതിലെ ഏതെങ്കിലും ഒരു ടൗൺ തരും. മിക്കവാറും ക്യാപിറ്റൽ ടൗൺ ആയിരിക്കും തരുന്നുണ്ടാവുക. അതിന്റെ കൂടെ ഏതെങ്കിലും ഒരു സിറ്റി കൊടുക്കും. എന്നിട്ട് ഇത് ഏത് മഹാജനപദയിൽ നിന്നുള്ളതാണ്, അല്ലെങ്കിൽ ഇതിനെ നോർത്ത് ടു സൗത്ത് അറേഞ്ച് ചെയ്യാൻ പറ്റും പറയും, അല്ലെങ്കിൽ വെസ്റ്റ് ടു ഈസ്റ്റ് അറേഞ്ച് ചെയ്യാൻ പറയും. അപ്പൊ നമ്മളൊരു മാപ്പ് വെച്ചിട്ട് തന്നെ എന്ത് ചെയ്യാം, ഇത് എവിടേക്കാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് മനസ്സിലാക്കി വെക്കുക. ആൻഡ് ടുഡേയ്സ് ഇന്ത്യൻ സ്റ്റേറ്റിൽ ഏത് ഇന്ത്യൻ സ്റ്റേറ്റിന്റെ ഭാഗമായിട്ടാണ് വരുന്നത് മനസ്സിലാക്കി വെക്കുക. അല്ലെങ്കിൽ പുറത്താണെങ്കിൽ അഫ്ഗാനിലാണെങ്കിൽ അങ്ങനെ ടാക്സിലാണോ, ആ രീതിയിലൊക്കെ എന്ത് ചെയ്യുക മനസ്സിലാക്കിയിട്ട് വെക്കുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഗണസംഘ, മൊണാർക്കീസ്, ഇതൊക്കെ മഹാജനപദാസിന്റെ വ്യത്യസ്ത ഐറ്റംസ് ആണ്, അറിയുന്നു വിചാരിക്കുന്നു. ചിലയിടത്ത് എങ്ങനെയാ പറയല് ഈ അസംബ്ലീസ് ആണ് ഭരിച്ചിട്ടുണ്ടായിരുന്നത്, അതേസമയം മഗധ പോലത്തെ ഒക്കെ മൊണാർക്കിയലായിരുന്നു. അപ്പൊ അത് എങ്ങനെയാണ് ഡിഫറെന്റ് ആയിട്ടുള്ളത്, ഗണസംഘാസിലേക്ക് ഭരണത്തിന്റെ നേച്ചർ എന്തായിരുന്നു, അതിന്റെ ഫീച്ചേഴ്സ് എന്തായിരുന്നു എന്നൊക്കെ എക്സാമിൽ വെരി ക്രൂഷ്യൽ ആണ്. പിന്നെ കഴിഞ്ഞ എക്സാമിൽ കണ്ടിട്ടുള്ള സാധനമാണ് സംസ്കാരാസ് എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരുപാട്
ഗൃഹസൂത്രമൊക്കെ വെച്ചിട്ട് ഒരുപാട് സംസ്കാരാസ് ഉണ്ട്. ബേർത്തിന്റെ മുൻപുള്ള സംസ്കാരാസ്, അതിനുശേഷമുള്ള സംസ്കാരാസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്താണ് പറയല്, ജാതകർമ്മ, കുടകർമ്മ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് സംസ്കാരാസ് ഉണ്ട്. അങ്ങനെയുള്ള സംസ്കാരാസ് അത് എന്താണ് ഉദ്ദേശിക്കുന്നത്, അത് ബേർത്തിന് മുൻപാണോ, ഡ്യൂറിങ് ദ ലൈഫ് ടൈം ആണോ, ആഫ്റ്റർ ഡെത്ത് ആണോ എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള ചിലതൊക്കെ നമുക്ക് കേട്ടാൽ തന്നെ മനസ്സിലാവും. അതായത് സാൻസ്ക്രിറ്റ് വേർഡ്സ് ആണെങ്കിൽ നമ്മൾ മലയാളത്തിലൊക്കെ യൂസ് ചെയ്യുന്ന സമാനമായിട്ടുള്ള രീതിയിലായിരിക്കും അതിന്റെ സൗണ്ട് എന്ന് പറയുന്നത്. അപ്പൊ അത് വെച്ച് പഠിക്കാൻ പറ്റും, പക്ഷെ എല്ലാം അങ്ങനെ പറ്റുന്നില്ല. അപ്പൊ അതിൽ നിന്നുള്ളതിനെ നമ്മൾ അതിന്റെ ഒരു എങ്ങനെയാ പറയല്ലേ, വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ മനസ്സിലാക്കി വെക്കുന്നതാണ്. നമ്മൾ ഐഫറിൽ എന്ത് ചെയ്യുന്നുണ്ട്, അതൊക്കെ വളരെ മാപ്പിലൊക്കെ ആക്കിയിട്ട് ഒരു മൈൻഡ് മാപ്പ് പോലെ ആക്കിയിട്ടൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ദെൻ പിന്നീട് ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ഞാൻ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കാം. വിച്ച് ജൈൻ തീർത്ഥങ്കര വാസ് അസോസിയേറ്റഡ് വിത്ത് കൃഷ്ണ ഇൻ ജൈനിസം? അതായത് ഏത് ജൈൻ തീർത്ഥങ്കരയാണ് കൃഷ്ണയുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത്? ഋഷഭയാണോ, നേമിനാഥാണോ, പാർശ്വനാഥാണോ, മഹാവീരയാണോ? അറിയാലോ, 24 തീർത്ഥങ്കരാസ് ആണ് അതിനുള്ളത്, ജൈനിസത്തിനുള്ളത്. സോ ഇക്കൂട്ടത്തിൽ കൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ട് കിടന്നിട്ടുള്ള അല്ലെങ്കിൽ ബന്ധമുള്ളത് ഏത് തീർത്ഥങ്കരയ്ക്കാണ് എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം എന്ന് പറയുന്നത്. സോ ഇവിടെ ശരിക്കും അതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ആരാണ്? നേമിനാഥ് എന്നുള്ളത് തന്നെയാണ്, അല്ലെങ്കിൽ ഇതിനാണ് നാമിനാഥ് അല്ലെങ്കിൽ അരിഷ്ടനേമി എന്നൊക്കെ പറയുന്നത്. ഇദ്ദേഹം കൃഷ്ണന്റെ കസിൻ ആയിരുന്നു എന്നൊക്കെയാണ് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവുന്ന സംഗതി എന്ന് പറയുന്നത്. ഇതിന്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ നമ്മൾ JRF ക്ലബിലൊക്കെ പറയാറുണ്ട് കേട്ടോ. ഇനിയിപ്പോ അതിന്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. എങ്ങനെയാണ് ഇവർ കസിൻ ആവുന്നത്, ഇവരുടെ അച്ഛന്റെ പേരെന്തായിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇവരുടെ സ്റ്റേറ്റ് ഏതായിരുന്നു എന്നുള്ളതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഗതികൾ തന്നെയാണ്. ഓൾറെഡി JRF ക്ലബിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതാണ്. ദെൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ബോധിസത്വാസ് റെപ്രസെന്റ്സ് കമ്പാഷൻ? കമ്പാഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബോധിസത്വ ഏത് എന്നുള്ളതാണ്. ഇവിടെ കാണാൻ പറ്റും അമിതാഭ, മഞ്ജുശ്രീ, വജ്രവാണി, അവലോകിതേശ്വര. ഇതെല്ലാം ബോധിസത്വാസ് ആണ്. ഈ ബോധിസത്വാസിന്റെ ഇടയിൽ കമ്പാഷൻ അല്ലെങ്കിൽ എങ്ങനെയാ പറയല്, നമ്മുടെ നല്ല എന്താണ് പറയാ, കാരുണ്യവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന ബോധിസത്വ ഏത് എന്നുള്ളതാണ്. സോ ഇവിടെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി, അവലോകിതേശ്വര എന്നുള്ളതാണ്. ഇത് മറ്റുള്ളവരെ സംബന്ധിച്ച് ഓൾവേസ് വെറീഡ് അബൌട്ട് അതേഴ്സ്, മറ്റുള്ളവരുടെ ക്ഷേമവും സുരക്ഷിതത്വവും സന്തോഷമൊക്കെ ഉറപ്പുവരുത്തുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള കാരുണ്യത്തിന്റെ, കമ്പാഷന്റെ ഒക്കെ ബോധിസത്വമായിട്ടാണ് അദ്ദേഹത്തിന് കണക്കാക്കുന്നത്. ഞാൻ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പറയുന്നത് എന്തിനാന്നുള്ളത് ഞാൻ ഇപ്പൊ പറയാം. ദെൻ ഈ സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാണ്. സോ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ ക്വസ്റ്റ്യൻസ് ഇതിലിപ്പോ നമ്മൾ എന്ത് ചെയ്യുന്നു, ജൈൻ തീർത്ഥങ്കരാസ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഈ രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ എക്സാമിന് വരാറുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജൈൻ തീർത്ഥങ്കരാസിനെ സംബന്ധിച്ച് 24th തീർത്ഥങ്കര ആരാണ്, 23rd 22nd ആരാണ്, ഫസ്റ്റ് ആരാണ്, ആ രീതിയിലൊക്കെ എക്സാമിന് കാണാറുണ്ട്. ആൻഡ് ഓൾസോ ഈ പഞ്ചവ്രതാസ് എന്ന് പറയുന്നതിനകത്ത് മഹാവീരന്റെ കോൺട്രിബ്യൂഷൻ ഏതൊക്കെയാണ്, ബാക്കിയുള്ള 4 ആര് കൊണ്ടുവന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എക്സാമിന് വരാറുണ്ട്. ഈ തീർത്ഥങ്കരാസിന് 24 തീർത്ഥങ്കരാസിനും സിമ്പിൾസ് ഉണ്ട്. ഓരോരുത്തരെയും ഡിനോട്ട് ചെയ്യുന്ന ഓരോ ലോട്ടസ്, അതുപോലെ ശംഖ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് സിമ്പിൾസ് ഉണ്ട്. അപ്പൊ ആ സിമ്പിൾസിനൊക്കെ പറ്റിയിട്ട് എക്സാമിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് എന്നുള്ളതിനാണ്. ആൻഡ് ഈ ബോധിസത്വാസ് എന്ന് പറയുന്നത് കഴിഞ്ഞ എക്സാമിൽ ചോദിച്ചിട്ടുള്ളതാണ്. സോ ഈ ബോധിസത്വാസ് മഞ്ജുശ്രീ, വജ്രപാണി, അവലോകിതേശ്വര, ഇവരുടെ ഒക്കെ ഡിപ്പാർട്ട്മെന്റ്, ഇപ്പൊ മഞ്ജുശ്രീ എന്ന് പറയുന്നത് വിസ്ഡത്തിന്റെ എങ്ങനെയാ പറയാ, ഒരു ബോധിസത്വമാണ്. അപ്പൊ അത്തരത്തിൽ അവരൊക്കെ ഏതുമായിട്ട് ബന്ധപ്പെട്ട് എന്തുമായിട്ട് അറ്റാച്ച്ഡ് ആണ് എന്നുള്ളതൊക്കെ എക്സാമിന് വളരെ നിർണായകമാണ്. സോ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ആ ഒരു ഭാഗമൊക്കെ നന്നായിട്ട് പഠിക്കണം. ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ ഒരു ആൻഷ്യന്റ് ഇന്ത്യയിലെ ഫിലോസഫിക്കൽ ആൻഡ് റിലീജിയസ് ഡെവലപ്മെന്റിലേക്ക് വരികയാണെങ്കിൽ ഒന്ന് ജൈൻ തീർത്ഥങ്കരാസ് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് ബോധിസത്വാസ്, അതായത് ഈ ഒരു ബുദ്ധിസമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന, നമ്മൾ നേരത്തെ പറഞ്ഞ ആൾക്കാരെയൊക്കെ സംബന്ധിച്ച് കഴിഞ്ഞ എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ട്. ദെൻ ഈ ബുദ്ധിസമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റുന്ന സംഗതിയാണ് അശോകന്റെ ധമ്മ എന്ന് പറയുന്നത്. ധമ്മ ഐഡിയോളജിയിൽ വരുന്നത് ഏതൊക്കെയാണ് എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കാറുണ്ട്. നമുക്കറിയാം ഒരുപാട് നല്ല ക്വാളിറ്റീസ് ആണ് അതിൽ പറയുന്നത്. അതിന്റെ എത്രാമത്തെ എഡിക്റ്റിൽ എന്താണ് പറയുന്നത് എന്ന രീതിയിലൊക്കെ എക്സാമിൽ ചോദിക്കുന്നു. അശോകൻ എഡിക്റ്റ് എന്ന് പറയുന്നത് NTA വളരെ വളരെ ഫേവറേറ്റ് ഏരിയ ആണ്. ഈ മേജർ റോക്ക് എഡിക്റ്റിനെയും മൈനർ റോക്ക് എഡിക്റ്റിനെയും പില്ലർ എഡിക്റ്റിനെയും ഒക്കെ പറ്റിയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതിന്റെയൊക്കെ കണ്ടന്റ് എന്താണ് എന്നുള്ള രീതിയിൽ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പിന്നെ അശോകന്റെ ഒറിജിനൽ നെയിം പറയുന്നത് ഏതൊക്കെ എഡിക്റ്റിനകത്താണ്, മസ്കി, നിറ്റോർ, ഗുജ്ജരം ഒക്കെ പറഞ്ഞിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ആ രീതിയിൽ വരാറുണ്ട്. പിന്നെ ഇതിനകത്ത് നമ്മൾ ബുദ്ധിസമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ടെക്സ്റ്റുകളെ സംബന്ധിച്ച് ചോദിക്കാറുണ്ട്. ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചറിനെ പറ്റിയിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ലാസ്റ്റിൽ എക്സാമിൽ ഉള്ളതാണ് ഞാനിപ്പോൾ സൂചിപ്പിക്കുന്നത്. പക്ഷെ അതിന്റെ മുൻപുള്ള എക്സാമുകളിലൊക്കെ ഈ പറഞ്ഞ ലിറ്ററേച്ചറിനകത്തുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ്
മൗര്യൻ ആൻഡ് പോസ്റ്റ് മൗര്യൻ പീരീഡിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ എക്സാമിലൊക്കെ വന്നിട്ടുള്ളത് മൗര്യൻ അഡ്മിനിസ്ട്രേഷനായിട്ട് ബന്ധപ്പെട്ടാണ്. വ്യത്യസ്തമായുള്ള ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. നമ്മൾ എക്സാമിന് പഠിക്കുമ്പോൾ ഏറ്റവും അധികം പ്രാധാന്യത്തോടു കൂടി കാണേണ്ട ഒരു സംഗതി എന്ന് വെച്ചാൽ ഒരുപാട് ടേംസ് നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾ ഈ ആൻഷ്യനിലെ മെഡീവലിലെ മോഡേണിലെ കുറച്ച് ടേംസ് ഉണ്ടാവുള്ളൂ. ഈ ടേംസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഓൾമോസ്റ്റ് ഒരു 30% ഓഫ് ദ ഹിസ്റ്ററി സിലബസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. 30 എന്നല്ല, അതിനെ കൂടുതൽ പറഞ്ഞാലും നഷ്ടമൊന്നാവില്ല. കാരണം ആ ടേംസ് അറിയാൻ നിങ്ങൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നമുക്ക് എന്ത് ചെയ്യുന്നു, ഇപ്പോൾ എങ്ങനെയാ പറയല്, ഓരോ ഡിപ്പാർട്ട്മെന്റുകൾ, അതിന്റെ ഹെഡ്മാരെ, എങ്ങനെയാ നമ്മുടെ മൗര്യൻ അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഓരോ ഡിപ്പാർട്ട്മെന്റ്സ്, ഗുപ്ത അഡ്മിനിസ്ട്രേഷനായിട്ട് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ്, ആ ഡിപ്പാർട്ട്മെന്റിലെ ഹെഡ്സ് ആരൊക്കെയാണ്, ആ ഡിപ്പാർട്ട്മെന്റ് എന്തിനാണ് മീൻ ചെയ്യുന്നത്, ബൗദ്ധാവ് അധ്യക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ടേംസ് നമുക്ക് കാണാനായിട്ട് പറ്റും. സോ അതിന്റെ മീനിങ് എന്താണ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനകത്ത് പ്രോവിൻസുകള്, ഡിസ്ട്രിക്റ്റുകള്, വില്ലേജുകൾ എന്നൊക്കെ പറഞ്ഞ് ഡിവൈഡ് ചെയ്യും. അപ്പൊ അതിനൊക്കെ അവർ ഉപയോഗിച്ചിരുന്ന പേരുകൾ എന്തൊക്കെയാണ്, അവിടുത്തെ രാജുക എവിടെയാണ് ഉണ്ടായിരുന്നത്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം എന്നുള്ളത് തന്നെയാണ്. ദെൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ആൻഷ്യന്റ് ഇന്ത്യയിൽ ഒരുപാട് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഇത് പേപ്പർ 1-ലും അതുപോലെ തന്നെ സബ്ജക്റ്റിലും റെലവെന്റ് ആവുന്ന ഒരു സംഗതിയാണ്. നമ്മുടെ പഴയ യൂണിവേഴ്സിറ്റികൾ, നളന്ദ, തക്ഷശില, വിക്രമശില, ദാന്തപുരി തുടങ്ങിയിട്ടുള്ള ഒരുപാട് യൂണിവേഴ്സിറ്റികൾ, അത് ഫോം ചെയ്ത ഫൗണ്ടേഴ്സ് ആരൊക്കെയാണ്, ആദ്യം ഫോം ചെയ്ത യൂണിവേഴ്സിറ്റി ഏതാണ്, ഇങ്ങനെയുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം എന്നുള്ളത് തന്നെയാണ്. പിന്നെ ആൻഷ്യന്റ് ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഈ ഒരു വർക്ക് ഓതർ എന്നൊക്കെ പറയുന്നത് NTയുടെ വളരെ ഫേവറേറ്റ് ഏരിയ ആണ്. അല്ലെങ്കിൽ നമുക്ക് മാത്സ് ഫോളോയിലൊക്കെ വരികയാണെങ്കിൽ ഒരു 3 ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം, അല്ലെങ്കിൽ 4 ഒരു 3 നേരത്തെ ഒക്കെ ചോദിച്ചിട്ടുള്ളതായിരിക്കും. പല രീതിയിൽ, പല സ്ഥലങ്ങളിൽ, പല കോലത്തിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. NTA പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ പറഞ്ഞിട്ടുള്ളതായിരിക്കും. അപ്പൊ നമുക്ക് PYQസിലൂടെ ഒക്കെ നമ്മൾ നന്നായിട്ട് കടന്നു പോയിട്ടുണ്ട്. നമ്മൾ JRF ക്ലബിലൂടെയൊക്കെ ആ ഡിസ്കഷനിലൊക്കെ നമ്മൾ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ ഈ ക്രൊണോളജി, അതായത് ഈ ടെക്സ്റ്റുകൾ ഫസ്റ്റ് സെഞ്ചുറിയിൽ ഏതാണ്, സെക്കൻഡ് സെഞ്ചുറിയിൽ ഏതാണ്, അല്ലെങ്കിൽ അതിന്റെ ഇടയിൽ വന്നിട്ടുള്ള ഏതാണ്, തുടങ്ങിയ ടെക്സ്റ്റുകളെ അറേഞ്ച് ചെയ്യാനായിട്ട് ക്രൊണോളജിക്കലി ചോദിക്കാറുണ്ട്. പക്ഷെ നമ്മൾ ഒരിക്കലും ഒരു ടെക്സ്റ്റ് എഴുതി പബ്ലിഷ്ഡ് ഇൻ ദ ഇയർ എങ്ങനെയാ പറയല് 2561 BC എന്നൊന്നും പറഞ്ഞ് പഠിക്കേണ്ട ആവശ്യമല്ല. മനസ്സിലായോ? അവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ആ ഒരു പെർട്ടിക്കുലർ പേഴ്സൺ, ഇപ്പൊ നമുക്കറിയാം കൗഡില്യന്റെ ഒരു വർക്കും നമ്മുടെ എന്താണ് പറയല് നമ്മുടെ ആരായിരുന്നു, നമ്മുടെ ഗുപ്ത പീരീഡിലുള്ള കാളിദാസന്റെ വർക്കും വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിൽ കൗടില്യന്റെ വർക്ക് എന്താണ്, കാളിദാസന്റെ മുൻപാണ്, സംശയമല്ലല്ലോ. ആൻഡ് ഹർഷന്റെ സമയത്തുള്ള ബാണഭട്ടന്റെ വർക്ക് തന്നെയാണ്. സോ ഇവിടെ പറഞ്ഞു വരുന്നത് അങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ഉണ്ടായാൽ മതി. ഹിസ്റ്ററിയുടെ ആ ഒരു സീക്വൻസ് എന്താണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ സുഖമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ്. സോ ടെക്സ്റ്റുകൾ, അതിന്റെ ക്രൊണോളജി, അതിന്റെ ഓർഡർ എന്ന് മാച്ച് ചെയ്യാൻ, ക്രൊണോളജിക്കലി അറേഞ്ച് ചെയ്യാനൊക്കെ എക്സാമിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ അതിൽ വരുന്നത് ഈ ഒരു മെഡീവലിന്റെ അല്ലെങ്കിൽ ഒരു ഏർലി മെഡീവൽ, ഈ മൗര്യാസിന് ശേഷമുള്ള ഡൈനാസ്റ്റീസിലേക്ക് വരികയാണെങ്കിൽ, പോസ്റ്റ് മൗര്യൻ ഡൈനാസ്റ്റീസിലേക്ക് വരികയാണെങ്കിൽ അതില് ഈ ശതവാഹനാസ് എന്ന് പറയുന്നത്, ശതവാഹനാസിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അറിയാം, ഡെക്കാനിൽ ഉണ്ടായിരുന്ന ഒരു ഡൈനാസ്റ്റിയാണ് ശതവാഹനാസ് എന്ന് പറയുന്നത്. നമ്മളെ എന്താണ് പറയല്, വസിഷ്ഠപുത്രകുലമായി എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയുടെ പേര് കണക്ട് ചെയ്യുന്ന രീതി അവർക്ക് ഉണ്ടായിരുന്നു. ഇവരെ പറ്റി നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്നത് പ്രധാനമായിട്ടും പുരാണാസിൽ നിന്നാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് വിഷ്ണു പുരാണയിൽ പറയുന്ന ഡൈനാസ്റ്റി ഏത്, ആ രീതിയിലൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് കഴിഞ്ഞ എക്സാമ്പിൾ വന്നിട്ടുള്ളത്. ശതവാഹനാസ്, അവരുടെ ടൈം പീരീഡ്, അവരുടെ അച്ചീവ്മെന്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എക്സാമിൽ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഇനി സൗത്ത് ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ നേരത്തെ ഒരു എങ്ങനെയാ പറയല്ലേ, ഒരു സംഘം ലിറ്ററേച്ചറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഈ ഈ ഒരു സമയത്തെ ഡൈനാസ്റ്റീസ്, നമുക്ക് ചേര, ചോള, പാണ്ഡ്യ ഡൈനാസ്റ്റീസ്, പ്രധാനമായിട്ട് നമുക്ക് മൂവേന്താർസ് എന്നൊക്കെ അറിയപ്പെടുന്ന ഡൈനാസ്റ്റീസ്, അതിലെ പ്രധാനപ്പെട്ട റൂളേഴ്സ്, പ്രത്യേകിച്ച് ഈ ചോള റൂളേഴ്സ് ആയിട്ടുള്ള രാജേന്ദ്ര ഫസ്റ്റ് തുടങ്ങിയുള്ള റൂളേഴ്സിനെ പറ്റി നിരന്തരം NTA ചോദിക്കുന്നതാണ്. ആൻഡ് നമുക്ക് ഒരിക്കലും ചേര റൂളേഴ്സിനെ പോലും നമുക്ക് നെഗ്ലക്ട് ചെയ്യാൻ പറ്റില്ല. കഴിഞ്ഞ എക്സാമിലൊക്കെ ചേര റൂളേഴ്സിനെ ശരൺ ചെങ്കുട്ടുവൻ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യാനായിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ഈ
സൗത്തിലെ ഡൈനസ്റ്റി, അതിലെ റൂളേഴ്സ്, ചോളാസിനെയൊക്കെ സംബന്ധിച്ച് അവരുടെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആരാണ് ഗംഗൈ കൊണ്ട ചോള എന്ന് പറയുന്നത്. ഇങ്ങനെ തുടങ്ങി അവരുടെ എക്സ്പാൻഷൻ, അവരുടെ അച്ചീവ്മെന്റ്സ്, മലയ, സുമാത്ര, ജാവ ഇങ്ങനെയുള്ള റീജിയനിലൊക്കെ എക്സ്പാൻഡ് ചെയ്തത് ആര്, അവർക്ക് അവിടെ ഉണ്ടായിരുന്ന ഇൻഫ്ലുവൻസ് എന്തൊക്കെയാണ്, ശ്രീലങ്കൻ റൂളേഴ്സിനെ ഡിഫീറ്റ് ചെയ്തിട്ടായിരുന്ന ആരൊക്കെയാണ്, ഈ രീതിയിലൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇതൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം, കവർ ചെയ്ത് പോവേണ്ട സംഗതികളാണ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പിന്നെ നമുക്ക് നമ്മുടെ കഴിഞ്ഞ എക്സാമിലൊക്കെ ഒരു ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, മൗര്യ എന്ന് പറയുന്നത് മസ്റ്റ് ആയിട്ട് ചോദിക്കണം, ഗുപ്ത എന്ന് പറയുന്നത് മസ്റ്റ് ആയിട്ട് ചോദിക്കണം. അതേസമയം അത്തരത്തിൽ മസ്റ്റ് ആയിട്ടും എനിക്ക് ചോദിക്കുന്ന ഒരു സംഗതിയായിട്ട് നമുക്ക് മനസ്സിലാവുന്ന ഒരു ഏരിയയാണ് കലിംഗ എന്ന് പറയുന്നത്. കലിംഗ ചിലപ്പോൾ അശോകന്റെ കലിംഗ യുദ്ധമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കാം ചിലപ്പോൾ ഉണ്ടാവുക. അല്ലെങ്കിൽ ഇപ്പോൾ റീസെന്റ് ആയിട്ടും അല്ലെങ്കിൽ കഴിഞ്ഞ എക്സാമുകളിലൊക്കെ ഉണ്ടായിരുന്നത് നമ്മുടെ ഖരവേല, അറിയാലോ, ചേതി ഡൈനസ്റ്റി അല്ലെങ്കിൽ മഹാമേഘവാഹന ഡൈനസ്റ്റിയുടെ റൂളർ ആയിരുന്നു നമ്മുടെ കലിംഗയിലെ എന്താണ് പറയല് റൂളർ ആയിരുന്നു എന്നുള്ളത്. അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാറുണ്ട്, NTA ചോദിക്കാറുണ്ട്. അയാളൊരു ജൈന്റ് റൂളർ ആയിരുന്നു ഖരവേല എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ എന്താണ് പറയല് കേവ്സും അതുമായിട്ട് ബന്ധപ്പെട്ട സംഗതികളൊക്കെ NTAയുടെ ഫേവറേറ്റ് ഏരിയ ആണ്. ലാസ്റ്റ് എക്സാമിൽ കലിംഗയുമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ അശോകന്റെ എംപയറിനകത്ത് കലിംഗ ഏത് ഭാഗത്ത് അല്ലെങ്കിൽ ഏത് പ്രോവിൻസിലാണ് വരുന്നത്, തൊശാലയാണ് അതിന്റെ ആൻസർ. അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് കലിംഗ റിലേറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാം, അത് മസ്റ്റ് ആയിട്ട് പഠിക്കണം എന്നുള്ളതാണ്. പിന്നെ ഇതില് ഗ്രീക്ക് ഹിസ്റ്റോറിയൻസ്, ഇപ്പൊ മൗര്യൻ പീരീഡിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഡിക്ക, മെഗസ്തനിസ് എന്ന് പറഞ്ഞ നമ്മൾ പ്ലിനി, ഇങ്ങനെയുള്ള ഒരുപാട് റൈറ്റേഴ്സിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരിക്കും. അവർ ഇന്ത്യയെ ഏത് രീതിയിലാണ് പരാമർശിച്ചിട്ടുള്ളത് എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഓൾസോ ഈ ആൻഷ്യൻ നമ്മൾ ഹിസ്റ്റോറിയോഗ്രാഫിയിലേക്ക് കൊണ്ടുള്ള സംഗതിയാണ്. നമുക്കറിയാം തൂസരായിഡ്സിന്റെ ഒരു വർക്ക് എങ്ങനെയായിരുന്നു, ഹെറഡോട്ടസിന്റെ വർക്ക് എങ്ങനെയായിരുന്നു, ഇങ്ങനെയുള്ള സംഗതികൾ അവരുടെ ഒരു അപ്രോച്ച് എന്തായിരുന്നു എന്നുള്ളതൊക്കെ NTA ലിസ്റ്റിൽ വരുന്ന സംഗതികൾ തന്നെയാണ്. യെസ്. അപ്പോൾ ഇങ്ങനെയുള്ള മൾട്ടിപ്പിൾ ആയിട്ടുള്ള സംഗതികൾ നമ്മുടെ എക്സാമിന് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യണം. ആൻഷ്യന്റ് ഈ രീതിയിലൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരിക. സോ നിങ്ങൾക്ക് ഏതാണ്ട് ഒരു ഐഡിയ കിട്ടിയിട്ടായിരിക്കും എങ്ങനെയൊക്കെയാണ് നമ്മൾ എക്സാമിനെ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച്. അത് ആൻഷ്യന്റെ കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, കഴിഞ്ഞ എക്സാമിൽ ഏതൊക്കെ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നത് എന്നുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾ എന്താണ് പറയല്, പലപ്പോഴും നമുക്ക് ഇപ്പൊ ഞാൻ ഈ പറയുന്ന സമയത്ത് ഇങ്ങനെ ഓക്കെ ഇത് പഠിക്കാം അത് പഠിക്കാം, പക്ഷെ ഇത് എവിടുന്ന് പഠിക്കും എങ്ങനെ പഠിക്കും എന്നുള്ളതിനെ പറ്റിയൊന്നും വലിയൊരു വ്യക്തത എല്ലാവർക്കും ഉണ്ടാവും എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നില്ല. സ്വാഭാവികമായിട്ടും നെറ്റ് എക്സാം എന്ന് പറയുന്നത് ഇറ്റ്സ് എ കോമ്പറ്റീറ്റീവ് എക്സാം. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്ന ഒരു സംഗതിയാണ്. നമ്മൾ 10th-നോ 12th-നോ അല്ലെങ്കിൽ ഒരു ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന പോലെ അല്ല കോമ്പറ്റീറ്റീവ് എക്സാംസിന് പഠിക്കുക എന്ന് പറയുന്നത്. നമ്മൾ അങ്ങനെയുള്ള ഇപ്പോൾ ഒരു 12th എക്സാം ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു പെർട്ടിക്കുലർ മാർക്ക് നമ്മൾ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് പാസ്സാവാം. അല്ലെങ്കിൽ A+ ഉള്ള മാർക്ക് ആണെങ്കിൽ A+ ഉള്ള മാർക്ക്, ഔട്ട് ഓഫ് ഔട്ട് എന്താണ് അല്ലെങ്കിൽ 1200 1200 ആണെങ്കിൽ അത് കിട്ടും. അത് ആ എക്സാം എഴുതിയ മുഴുവൻ ആൾക്കാരും അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും ആ മാർക്ക് കിട്ടുമെന്നുള്ളതിനാണ്. എല്ലാവരും പാസ്സായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പെർട്ടിക്കുലർ മാർക്കിന് മുകളിൽ എടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്വാളിഫൈഡ് ആവും. പക്ഷെ കോമ്പറ്റീറ്റീവ് എക്സാംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂടെ എക്സാം എഴുതുന്ന ആൾക്കാർ കൂടുതൽ മാർക്ക് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മളും കൂടുതൽ മാർക്ക് വാങ്ങണം. അവർക്ക് എല്ലാവർക്കും കുറവ് മാർക്കാണെങ്കിൽ നമുക്കും കുറവ് മാർക്ക് മതി. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ അതാണ് അതിന്റെ ഒരു നേച്ചർ എന്ന് പറയുന്നത്. നമുക്ക് ഒരിക്കലും ഒരു ഫിക്സഡ് കട്ട് ഓഫ് ഇല്ല. അപ്പൊ നമ്മൾ സെറ്റ് എക്സാം ഒക്കെ ആണെങ്കിൽ എന്താണ്, ഒരു ഫിക്സഡ് കട്ട് ഓഫ് ഉണ്ട്. ഈ ഒരു പെർട്ടിക്കുലർ കാറ്റഗറിക്ക് 108 അല്ലെങ്കിൽ 106 മാർക്കിന്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ ആ എഴുതി എല്ലാവരും 106ന്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ അവർക്കൊക്കെ കൊടുക്കുന്നതാണ്. പക്ഷെ നെറ്റ് എക്സാമിൽ അങ്ങനെയല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. സോ നമുക്കൊരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ഗൈഡൻസ് നമുക്ക് ഉണ്ടെങ്കിൽ തന്നെയാണ് വലിയൊരു അളവോളം ഇത് നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഭയങ്കര എക്സലന്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ വേണ്ടിയില്ല കേട്ടോ, ഞാൻ ജസ്റ്റ് പറയാം. പക്ഷെ ഒരു ഒരു ശരാശരിയുടെ മുകളിലുള്ള ശരാശരിയുടെ താഴെയുള്ള ആൾക്കാർക്കൊക്കെ ഒരു സപ്പോർട്ട് എന്നുള്ളത് വളരെ അത്യാവശ്യമാണ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും, ഞാൻ ജസ്റ്റ് ഐഫറിനെ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ എന്താണ് പറയല്, ഐഫർ ഒരുപാട് എങ്ങനെയാ പറയല് ആളുകൾക്ക് നെറ്റും GRF ഒക്കെ വാങ്ങാനും അത് ക്വാളിഫൈ ചെയ്യാനും സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റമാണ് ശരിക്കും ഐഫിന്റെ അടുത്തുള്ളത്. അതിനകത്ത് ലൈവ് ഇന്ററാക്റ്റീവ് സെഷൻസും പേഴ്സണലൈസ്ഡ് സ്റ്റഡി പ്ലാനും 1-to-1 മെന്ററിങ്ങും ഇങ്ങനെ തുടങ്ങി ഒരുപാട് എങ്ങനെയാ പറയല് സക്സസ് പ്രൂവ് ചെയ്തിട്ടുള്ള ഒരുപാട് സ്ട്രാറ്റജീസുമായിട്ടാണ് ഐഫറിന്റെ ഒരു കോച്ചിങ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് വളരെ ചെറിയ ഒരു ടൈം പീരീഡിൽ ഇത്രമാത്രം റിസൾട്ട് ഉണ്ടാക്കാനും ഐഫറിന് സാധിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, റീൽസ് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും അഡിക്റ്റഡ് ആയി പോകുന്ന ഒരു സംഗതിയാണ്. സോ അഡിക്ഷൻ ടു ദ റീൽ, അതായത് എജു റീൽസ് എന്ത് ചെയ്യാണ്, ഐഫർ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. നമുക്ക് റീൽ കാണാൻ തോന്നുമ്പോൾ എന്ത് ചെയ്യാം,
എജു റീൽസ് കാണാം. സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, നമുക്ക് അവിടെ ഇരുന്ന് പഠിക്കാം, ബോറടിക്കൂല. നമ്മൾ ആ റീൽസ് കാണുക എന്നുള്ള ആ ഒരു സാധനം എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും നമ്മളെ അങ്ങനെ അറിയില്ല, ആ ഒരു അഡിക്ഷൻ അവിടേക്കാണ് മാറി കിട്ടുമെന്നുള്ളതിനാണ്. ഞാനൊക്കെ ചെയ്യുന്നൊരു കാര്യം തന്നെയാണ്. കാരണം എന്നാൽ ബോറടിക്കുകയാണെങ്കിൽ നമ്മൾ ഇൻസ്റ്റയിൽ പോയി റീൽ കാണുന്നതിന് പകരം എന്ത് ചെയ്യാം, നമ്മുടെ ഐഫറിന്റെ ആപ്പിൽ പോയിട്ട് റീൽ കാണുക എന്നുള്ളതാണ്. ഈ റീൽ കാണുമ്പോൾ ഒരു 1 മിനിറ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നു. അങ്ങനെ ഒരു 10 റീൽ കണ്ടാൽ ഒരു 10 മിനിറ്റിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നു. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എങ്ങനെയാ പറയല്, വളരെ റിമാർക്കബിൾ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് ശരിക്കും GRF ക്ലബ് എന്ന് പറയുന്നത്. GRF ക്ലബിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അതിന്റെ എക്സ്പ്ലനേഷനും അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സമ്മറിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. സ്വാഭാവികമായിട്ടും കഴിഞ്ഞ എക്സാമ്പിളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, അതിന് മുന്നത്തെ GRF ക്ലബിൽ പറഞ്ഞിട്ടുള്ള ബഹുഭൂരിപക്ഷം കാര്യങ്ങളും അതേപോലെ എക്സാമിൽ നമ്മൾ വന്നിട്ടുണ്ട്, കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ അതുപോലെ ആക്ടിവിറ്റി ഗ്രൂപ്പ്, ഇതെല്ലാം ഒരു സിസ്റ്റത്തിനകത്ത് പ്രവർത്തിക്കുന്ന സംഗതിയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഭയങ്കര എങ്ങനെയാ പറയല്, പ്രൂവൺ ആണ് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് ഐഫറിൽ ഇത്രയും ചെറിയ ഒരു ടൈം പീരീഡിനകത്ത് വിതിൻ 4 ഇയേഴ്സ് 323 ആൾക്കാർക്ക് GRFും 2640 ആൾക്കാർക്ക് നെറ്റും, പിന്നെ PhD റീസെന്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. സ്റ്റിൽ അതിനകത്ത് 2810 ആൾക്കാർക്ക് PhD ഒക്കെ നേടിക്കൊടുക്കാനായിട്ട് ഐഫറിന് സാധിക്കുന്നതിന്റെ റീസൺ എന്ന് പറയുന്നത് ഈ ഒരു സംഗതി തന്നെയാണ് എന്നുള്ളത് തന്നെയാണ്. കാരണം ആ ഒരു സ്ട്രക്ചർ, ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതിന്റെ ഒരു രീതി എന്ത് എന്നുള്ളത് ഐഫറിൽ വളരെ കൃത്യമായിട്ട് അതില് ഉണ്ട്. അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തിനോട് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു GRF നെറ്റ് ജേർണി എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് മാറും എന്നുള്ളത് തന്നെയാണ്. സോ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും, ഐഫറിന്റെ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അഡ്മിഷൻ എടുക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡിസ്കഷനിലേക്ക് പോവാം. ഓക്കെ, ഞാൻ ആ ഭാഗം അവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി നമ്മളെ അഗെയിൻ നമ്മുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്കും അതിന്റെ നമ്മൾ എക്സാമിന് പഠിക്കുന്ന സമയത്ത് ഫോക്കസ് ചെയ്യേണ്ട സംഗതികളിലേക്കും വരികയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും, ഇതൊരു സിഖ് മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ടത് എന്തൊക്കെയാണ്, എവിടെ നമ്മൾ ഫോക്കസ് ചെയ്യണം എന്നുള്ളതിന്റെ ഒരു സംഗതിയാണ് ഇവിടെ കാണുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം, മേസ് ഫോളോയിങ്ങിൽ എന്ത് ചെയ്യണം, നമ്മളിവിടെ സിഖ് ഗുരു അവര് ജനിച്ച വർഷം നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റ്ലി മാച്ച് ചെയ്യണം എന്നുള്ളതാണ്. ഗുരു നാനാക്ക്, ഗുരു ഹർഗോവിന്ദ്, ബാന്ദ ബഹദൂർ, ഗുരു അമർദാസ്. ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇവിടെ നമ്മൾ എന്തറിഞ്ഞാൽ മതി, ഈ ഗുരുസിന്റെ ഒരു സീക്വൻസ് അറിഞ്ഞാൽ മതി. ഇയാൾ മരിച്ചത് 1714 നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. ആദ്യത്തെ ഗുരു ആര്, രണ്ടാമത്തത് ആര്, ആ ഒരു ഓർഡർ നമുക്ക് അറിഞ്ഞാൽ എന്ത് ചെയ്യും, അതിൽ ആദ്യം മരിച്ചത് ആര്, പിന്നെ മരിച്ചത് ആര് എന്നുള്ളത് നമുക്ക് അതിലൂടെ കണക്ട് ചെയ്യാൻ പറ്റും, ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് പുറത്ത്. അതായത് ഇതാണ് ഞാൻ പറഞ്ഞത്, ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ആവുന്ന സമയത്ത് നമ്മൾ മൾട്ടിപ്പിൾ വേസിൽ തിങ്ക് ചെയ്യണം. നമ്മൾ ഒറ്റ ഡയമെൻഷനിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടൂല. നമ്മൾ ആദ്യം ചിന്തിക്കുക, അയ്യോ ഇയാൾ മരിച്ച ഡേറ്റ് ഞാൻ പഠിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ഉത്തരം കിട്ടൂല, കറക്കി കുത്താം. അതല്ല ശരിക്കും ചെയ്യേണ്ടത്. ഇതിൽ ആദ്യത്തെ ഗുരു ആര്, രണ്ടാമത്തത് ആര്, അല്ലെങ്കിൽ ആ ഒരു സീക്വൻസ്, മൊത്തം 10 ഗുരുസാണ് സിക്കിനുള്ളത്. സോ അവരെ നമ്മൾ കൃത്യമായിട്ട് ഓർഡറിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇതിന്റെ കറക്റ്റ് മാച്ചിങ് നമുക്ക് എടുക്കാനായിട്ട് പറ്റും എന്നുള്ളതിനാണ്. അതുപോലെ തന്നെ ഈ ഒരു ആർക്കിടെക്ചർ എന്നൊക്കെ പറയുന്നത്, ഇപ്പൊ മുഗൾസിനൊക്കെ സംബന്ധിച്ച് കഴിഞ്ഞ എക്സാമില് അവരുടെ മോണമെന്റ്സിനെ പറ്റിയിട്ട്, അതായത് ഇപ്പോ അലാവുദ്ദീൻ ഖിൽജിനെ പറ്റിയിട്ട്, അതായത് ഡൽഹി സൽത്തനത്തിലെ റൂളേഴ്സിനെ പറ്റിയിട്ടൊക്കെ അവർ നിർമ്മിച്ചിട്ടുള്ള മോണമെന്റ്സ്, ക്യാപിറ്റൽ സിറ്റീസ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതുപോലെ ഈ ഒരു അജന്ത ആർട്ട്, നമ്മുടെ എന്താണ് പറയല്, ഈ നമ്മുടെ മധുര ബേസ് ചെയ്തിട്ടുള്ള ആർട്ട്, ദ്രാവിഡ വേസര സ്റ്റൈല്, ഇങ്ങനെയുള്ളതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് എക്സാമില് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ഭയങ്കരമായിട്ട് സ്ട്രെസ് ചെയ്തിട്ട് പഠിക്കേണ്ട ഒരു ഏരിയ കൂടിയാണ് എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും, സൂഫി മൂവ്മെന്റ് അല്ലെങ്കിൽ സൂഫി സെയിന്റുകളെ പറ്റിയിട്ട് എല്ലാ സമയത്തും NDA ചോദിക്കുന്നതാണ്. ചിലപ്പോൾ ഇവരുടെ സൂഫി സെയിൻസിനെ ക്രോണോളജിക്കലി ഓർഡർ ചെയ്യാനായിരിക്കും. അതായത് ഫസ്റ്റ് വന്നപ്പോൾ മൊയ്തീൻ ചിഷ്ടി, നിസാമുദ്ദീൻ ഔലിയ, ബക്തിയാർ കാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് തരും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അവരെ കറക്റ്റ് ആയിട്ട് ഓർഡറിലാക്കേണ്ടി വരും. അതല്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്കറിയാം, ഈ ഒരു ക്വസ്റ്റ്യനിൽ എന്താണ്, റോങ് മാച്ചിങ് പെയർ ഏത് എന്നുള്ളത് കണ്ടെത്തുക എന്നുള്ളതാണ്. അതായത് ഇവരുടെ ദർഗ ആണ്, സൂഫീസ് മരിച്ചവര് ബറി ചെയ്തിട്ടുള്ള പ്രദേശത്തിനാണ് ദർഗ എന്ന് പറയാം. സോ ഇവരുടെ ദർഗ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്, മൊയ്നുദ്ദീൻ ചിഷ്ടിന്റെ എവിടെയാണ്. ഇതിൽ റോങ് ആയിട്ട് മാച്ച് ചെയ്തിട്ടുള്ളത് ഏത് എന്നുള്ളത് നമ്മൾ കാണുക എന്നുള്ളതാണ് ചോദ്യം വന്നിട്ടുള്ളത്. ഇത് സലീം ചിഷ്ടിന്റെ ആണോ, ഇത് സോറി ബക്തിയാർ കാക്കിൻ്റെതാണ് ഇവിടെ റോങ് ആയിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ ഇത്തരത്തിൽ സൂഫി സയൻസ് അവരുടെ സിൽസിലകൾ ഏതൊക്കെയാണ്, ക്രോണോളജിക്കലി കറക്റ്റ് എങ്ങനെയാണ് സീക്വൻസ് വരുന്നത്, ഇവരുടെ ഈ പറഞ്ഞ ദർഗയൊക്കെ ലൊക്കേറ്റ് ചെയ്ത് എവിടെയാണ് തുടങ്ങിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ NTA ചോദിക്കും എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഔട്ട്കം എന്ന് പറയുന്നത്. സോ മെഡീവൽ ഇന്ത്യയിലേക്ക് പ്രിസൈസ്ലി വരികയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ ഗാന്ധാര ആർട്ട്, അതാണ് നമ്മൾ മധുര ബേസ് ചെയ്തിട്ട് വരുന്ന ആർട്ട് എന്ന് പറയുന്നത്. നമ്മുടെ ഒരു ഇൻഡോ ഗ്രീക്ക് റൂളേഴ്സുമായിട്ടൊക്കെയുള്ള ഒരു റിലേഷന്റെ പുറത്ത് ഒരു
നമ്മുടെ എന്താണ് ഹെലനിക് സ്റ്റൈലൊക്കെ ഒരു ഇൻഫ്ലുവൻസ് വരുന്നത് അതിനകത്താണ്. ദ്രാവിഡ, വേസര, അജന്ത തുടങ്ങിയിട്ടുള്ള ഒരുപാട് സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ ഏൻഷ്യനിൽ വരുന്നത്. ദെൻ ഞാൻ പറഞ്ഞു സിഖ് ഗുരൂസ്, അവരുടെ ക്രോണോളജി, അവരുടെ ബർത്ത് പ്ലേസ് എക്സാമിന് ചോദിക്കാറുണ്ട്. ദെൻ അവരുടെ കോൺട്രിബ്യൂഷൻസ്, ഗുരുമുഖി സ്ക്രിപ്റ്റ് ആരുടേതാണ്, അതുപോലെ ഗുരു നാനാക്ക്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള രീതിയിലൊക്കെ എക്സാമിന് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. ദെൻ സൂഫി ദർഗ, അതുപോലെ തന്നെ സൂഫി സെയിൻസിന്റെ ക്രോണോളജി, അവരുടെ ഏത് റീജിയൻ ആണ് അവര് മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നത്. മിക്കവാറും അവരുടെ ദർഗ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അവരുടെ പ്രവർത്തന മണ്ഡലം ആ റീജിയനിൽ തന്നെ ആയിരിക്കും. പിന്നെ സൂഫി സിൽസിലകള്, ഓരോ ചിഷ്ടി സിൽസിലയുടെ നേച്ചർ എന്തായിരുന്നു, അതിൽ പ്രധാനപ്പെട്ട സെയിൻസ് ആരൊക്കെയായിരുന്നു, ദെൻ ബഹാവുദ്ദീൻ സക്കരിയ എന്ന് പറഞ്ഞ ഏത് സിൽസിലായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്, അങ്ങനെയുള്ള രീതിയിലൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളത് തന്നെയാണ്. ഇതേ ലോജിക്ക് നമുക്ക് ഭക്തി മൂവ്മെന്റിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് അവര് ഏത് റീജിയൻ ബേസ് ചെയ്ത് മറാത്തി ഭക്തി സൈൻസ് ആരൊക്കെയായിരുന്നു, അതുപോലെ തന്നെ അവരുടെ ഒരു ക്രോണോളജിക്കലി ഓർഡർ എങ്ങനെയാണ് വരുന്നത്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഭക്തി മൂവ്മെന്റ് ആയിട്ട് ബന്ധപ്പെട്ട് വരാറുണ്ട്. ആൻഡ് ബേസിക് പ്രിൻസിപ്പിൾസ്, ബേസിക് ഐഡിയാസ് ഒക്കെ എക്സാമിൽ വളരെ റെലവെന്റ് ആയിട്ടുള്ള സംഗതിയാണ്. ഇനി ഇതിലെ അടുത്തൊരു ഏരിയ നോക്കുകയാണെങ്കിൽ പൊളിറ്റിക്കൽ ഹിസ്റ്ററിക്ക് നമ്മൾ കയറി കഴിഞ്ഞാൽ ഡൽഹി സുൽത്താനറ്റിലെ റൂളേഴ്സ്, എഗെയിൻ റൂളേഴ്സിന്റെ ക്രോണോളജി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡയനാസ്റ്റീസിന്റെ ക്രോണോളജി 5 ഡയനാസ്റ്റീസ് ആണുള്ളത്. നമ്മുടെ എന്താണ് പറയല്, സ്ലേവ് ഡയനാസ്റ്റി, ഖൽജി ഡയനാസ്റ്റി, തുഗ്ലക് ഡയനാസ്റ്റി, ദെൻ സയ്യദ് ഡയനാസ്റ്റി, ലോധി ഡയനാസ്റ്റി, ഈ 5 ഡയനാസ്റ്റീസ്. അതിലെ റൂളേഴ്സ്, ഈ നമ്മുടെ എന്താണ് പറയുക സ്ലേവ് ഡയനാസ്റ്റിയിലെ റൂളേഴ്സിനെ പറ്റി നിരന്തരം ഇന്ത്യ ചോദിക്കുന്നതാണ്. സോ ആ റൂളേഴ്സിന്റെ ഒരു ക്രോണോളജിക്കലി ഒരു അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ കയ്യിൽ വേണം. എല്ലാവരും അറിഞ്ഞില്ലെങ്കിലും ഒരു ഇപ്പൊ നമുക്കൊരു 5 തന്നു കഴിഞ്ഞാൽ ഒരു 3 നമുക്ക് അറിയാമെങ്കിൽ തന്നെ സുഖമായിട്ട് നമുക്ക് ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യാൻ പറ്റും. ഓപ്ഷൻ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാക്കി ആൻസർ കണ്ടെത്താൻ പറ്റും എന്നുള്ളത് തന്നെയാണ്. ദെൻ ഇവരുടെ ഈ ഒരു സീക്വൻസ്, അതിന്റെ റീജൻസ് അവർ കൊണ്ടുവന്നിട്ട് പല അലാവുദ്ദീൻ ഖിൽജിക്കാണെങ്കിൽ അദ്ദേഹത്തിന്റെ റിഫോംസ് ഒക്കെ ലാസ്റ്റ് എക്സാമിൽ ചോദിച്ചിട്ടുണ്ട്. അതായത് മാർക്കറ്റ് റിഫോംസ് ആരുടേതായിരുന്നു, അങ്ങനെയുള്ള മാച്ച് ദ ഫോളോയിങ്ങിൽ വന്നിട്ടുണ്ട്. സോ ഓരോ റൂളേഴ്സും അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പുതിയ സംഗതികൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പ്രത്യേകം സ്ട്രെസ് ചെയ്യേണ്ട സംഗതിയാണ്. പിന്നെ മുഗൾ റൂളേഴ്സിലേക്ക് വരികയാണെങ്കിലും ഇതേപോലെ തന്നെ അവരുടെ സീക്വൻസ് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയണം. അത് ലെറ്റർ മുഗൾസിന്റെ ചോദിക്കാറുണ്ട്. പിന്നെ പറഞ്ഞ പോലെ ഇവരുടെ ടോംബുകൾ അല്ലെങ്കിൽ അവർ നിർമ്മിച്ചിട്ടുള്ള ടോംബുകൾ ഏതാണ് എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. ഹുമയൂൺ ടോംബ് ആര് നിർമ്മിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ ഈ ക്യാപിറ്റൽ സിറ്റീസ്, ഇപ്പൊ ഫത്തേപൂർ സിക്രി എന്ന് പറഞ്ഞ അക്ബർ നിർമ്മിച്ചിട്ടുള്ള ക്യാപിറ്റൽ സിറ്റിയാണ്. സോ ഈ ഒരു ഫത്തേപൂർ സിക്രി എന്തുകൊണ്ട് അക്ബർ ക്യാപിറ്റൽ സിറ്റി ആക്കി മാറ്റി, അതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ എക്സാമിൽ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ അതുപോലെ തന്നെ മുഗൾ അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് മൻസബ്ദാരി സിസ്റ്റം എന്ന് പറയുന്നത്. ആൻഡ് ഡൽഹി സുൽത്താനായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് ഇക്ത സിസ്റ്റം എന്ന് പറയുന്നത്. സോ ഇവ തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ്, പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ടേംസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരും. സാത്ത്, സഫർ എന്ന് തുടങ്ങിയിട്ടുള്ള ടേംസ്. ഈ മൻസബ്ദാരി സിസ്റ്റം അത് ഇറ്റ്സെൽഫ് ഒരു ടേം ആണ്. അങ്ങനെയുള്ള ഇക്ത സിസ്റ്റം, ഇക്തദാരി, ജാഗിർദാരി, മൻസബ്ദാരി, എന്താണ് മൻസബ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള സംഗതികളൊക്കെ എക്സാമിന് വളരെ റെലവെന്റ് ആണ്. അത്യാവശ്യം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ആ ഭാഗത്ത് നിന്ന് വരാറുണ്ട് എന്നുള്ളതാണ്. പിന്നെ മുഗൾ സൊസൈറ്റി എന്നുള്ളത്, അതായത് അവരുടെ അഗ്രികൾച്ചർ എങ്ങനെയായിരുന്നു, ഇറിഗേഷന് വേണ്ടി അവർ ഉപയോഗിച്ചിരുന്ന ടൂൾസും വെപ്പൺസും ഒക്കെ എന്തൊക്കെയായിരുന്നു, ഇത്തരത്തിലും ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് പറ്റും എന്നുള്ളത് തന്നെയാണ്. ദെൻ ലാൻഡ് ഓണർഷിപ്പ്, അവിടെ മുസാരിയന് ലാൻഡ് ഉണ്ടായിരുന്നോ ഇല്ലേ, അല്ലെങ്കിൽ ഖുദ്കഷ്ട എന്ന് പറയുന്ന ആരാണ്, പായ്കഷ്ടയുടെ ഒരു സ്റ്റാറ്റസ് എന്തായിരുന്നു, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ലാൻഡ് ഓണർഷിപ്പ്, ഇനാം ലാൻഡ് എന്ന് പറയുന്നത് എന്താണ്, ജാഗിർ ലാൻഡ് എന്താണ്, ഈ രീതിയിലൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് പ്രയോറിറ്റൈസ് ചെയ്യേണ്ട ഏരിയ ആണ്. പിന്നെ അഗ്രികൾച്ചറിന്റെ നേച്ചർ എന്താണ്, ഇറിഗേഷൻ ടെക്നിക്കുകൾ ഏതൊക്കെയാണ് യൂസ് ചെയ്തിരുന്നത്, അതിനുള്ള പേർഷ്യൻ വീൽ എന്ന് പറയുന്നത് എന്താണ്, ഇങ്ങനെയുള്ള രീതിയിലൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. ആൻഡ് ലാസ്റ്റ് എക്സാമിൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് മുഗൾ റോയൽ വുമണിനെ സംബന്ധിച്ച്. അതായത് ഹമിദ ബാനു ബീഗം, ജഹനാര, റോഷ്നാര എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ റോയൽ വുമണിന്റെ പേര് കൊടുത്തിട്ട് ഇതിൽ മുഗൾ റോയൽ വുമൺസ് ആയിട്ടുള്ളത് ആരൊക്കെയാണ് എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് ബുക്സ് ഉണ്ട് മുഗൾ റോയൽ വുമണിനെ സംബന്ധിച്ച്. എന്താണ് പറയല്, ഡോട്ടേഴ്സ് ഓഫ് ദ സൺ എന്നോ ഇങ്ങനെ പറഞ്ഞിട്ടൊക്കെ ഒരുപാട് ബുക്സ് ഉണ്ട്. നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഞാൻ പേര് കറക്റ്റ് ഓർക്കുന്നില്ല. എന്തായാലും പറഞ്ഞു വന്നു, ഇപ്പൊ നമ്മൾ വായിക്കാൻ പോകുന്നതിൽ അർത്ഥമൊന്നുമില്ല. നമ്മൾ അത്യാവശ്യം ഇവരുടെ പേരുകൾ നമ്മൾ മനസ്സിലാക്കി വെക്കുക എന്നുള്ളത് മാത്രമേ ഒരു സൊല്യൂഷൻ ഉള്ളൂ. ആരൊക്കെയായിരുന്നു ഔറംഗസീബിന്റെ സിസ്റ്റേഴ്സ്, വാർ ഓഫ് സക്സഷനിൽ ഔറംഗസീബിനെ സപ്പോർട്ട് ചെയ്ത സിസ്റ്റർ ആരാണ്, ആരാ ഷൂക്കോനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ആരാണ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. അതുപോലെ ഹുമയൂണിന്റെ സഹോദരി ആരായിരുന്നു, അവരെഴുതിയിട്ടുള്ള വർക്കിന്റെ പേരെന്താണ്, ഇത്തരത്തിൽ മൾട്ടിപ്പിൾ, ഇതിപ്പോ ഞാൻ പറഞ്ഞ പോലെ എല്ലാ ക്വസ്റ്റ്യൻ വരിക. ക്വസ്റ്റ്യൻ വരുമ്പോൾ എന്ത് ചെയ്യുക, സ്റ്റേറ്റ്മെന്റിലൊക്കെ അകത്ത് എന്താണ് പോലെ ഹുമയൂൺ നാമ വാസ് റിട്ടൺ ബൈ എന്താണ് ഹമിദ ബാനു ബീഗം എന്ന് പറഞ്ഞ ചിലപ്പോൾ വരും, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പേര് അവിടെ റീപ്ലേസ് ചെയ്യും, അല്ലെങ്കിൽ ആ വർക്കിന്റെ പേര് മാറ്റി പറയും. ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യനിൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ടോ ഏതെങ്കിലും രീതിയിൽ ഇതൊക്കെ പരാമർശിക്കും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത്. പഠിക്കുന്ന സമയത്ത് ഇതിനൊക്കെ പ്രയോറിറ്റൈസ് ചെയ്യാം ഇൻ സിമ്പിൾ വേർഡ്സ്. പിന്നെ
ഈ ഒരു ചോള പെനിട്രേഷൻ ഇൻ ടു കലിംഗ, നമ്മൾ ഈ പറഞ്ഞ ഗംഗൈ കൊണ്ട ചോളപുരം അല്ലെങ്കിൽ ഗംഗൈ കൊണ്ട ചോള എന്ന് പറയുന്ന ആരാണ്? കലിംഗയുടെ ഒരു പ്രാധാന്യമാണ് ഞാൻ പറയുന്നത്. കലിംഗ അശോകൻ ആക്രമിക്കുന്നു, പിന്നെ ചോള റൂളേഴ്സിന്റെ സമയത്ത് വരുന്നു. ഇതൊക്കെ എന്താണ്? പിന്നെ കരവേലനുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ അധികം ഇൻസ്ക്രിപ്ഷൻ ഒക്കെ എക്സാമിന്റെ നിരന്തരം ചോദിക്കുന്ന വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ദെൻ പാനിപ്പത്തിനെ സംബന്ധിച്ച് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത്, അതായത് ഒന്നല്ല രണ്ടല്ല 3 ബാറ്റിൽ ഉണ്ട് പാനിപ്പത്തിൽ നടന്നിട്ടുണ്ട്. സോ ഈ ബാറ്റിലുകളെ സംബന്ധിച്ച്, അതിലെ പാർട്ടിസിപ്പൻസിനെ സംബന്ധിച്ച്, അതിലെന്തെങ്കിലും ബാറ്റിൽ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ്സ്, ഇങ്ങനെയൊക്കെ കഴിഞ്ഞ എക്സാമുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ മറാത്താസ് എന്ന് പറയുന്നത് NTAയുടെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അതിൽ ചിലപ്പോൾ ശിവജി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. അതല്ലെങ്കിൽ മറാത്ത പേഷ്വാസിനെ സംബന്ധിച്ച് ചോദിക്കും, മറാത്ത കോൺഫെഡറസിനെ സംബന്ധിച്ച് ചോദിക്കും, ബ്രിട്ടീഷുകാരും മറാത്താസും തമ്മിലുള്ള യുദ്ധങ്ങളെ സംബന്ധിച്ച് ചോദിക്കും, യുദ്ധത്തിന് ശേഷമുള്ള ട്രീറ്റീസിനെ സംബന്ധിച്ച് ചോദിക്കും, മറാത്ത ലീഡേഴ്സ്, അവരുടെ ഡെത്ത്, അവർ ഏത് വർഷത്തിലാണ് മരിച്ചത്, അതിനെ സീക്വൻസ് ആയിട്ട് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദ്യം ചോദിക്കും. ഇങ്ങനെ തുടങ്ങി ഒരുപാട് ക്വസ്റ്റ്യൻസ് മറാത്ത റിലേറ്റഡ് ആയിട്ട് എക്സാമിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കി വെക്കേണ്ടത്. പിന്നെ അവിടെ ഞാൻ എക്സാം ഒരു ക്വസ്റ്റ്യൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ സിന്ധ്യയുടെ മരണത്തിന്റെ ഡേറ്റ്, അതുപോലെ തന്നെ പേഷ്വ മാധവ് റാവു, നാനാ ഫട്നാവിസ്, സവായ് മാധവ് റാവു, പേഷ്വ ബാലാജി ബാജിറാവു, അല്ലെങ്കിൽ നാനാ സാഹിബ്. അപ്പൊ ഇവരൊക്കെ ഡെത്തിന്റെ ഡേറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യാനൊക്കെ ഈ ഒരു മറാത്ത റീജിയനിൽ ചോദിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബ്രിട്ടീഷ് റിലേഷനിലേക്ക്, അത് മോഡേണിലേക്ക് വരുന്ന സമയത്ത് അവരുടെ സൈൻ ചെയ്തിട്ടുള്ള ട്രീറ്റി, ഇങ്ങനെയുള്ള ഭാഗത്തു നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട് എന്നുള്ളതാണ്. വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ ഒരു മറാത്ത എംപയർ ആൻഡ് അലൈഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മളിനി ഇതിനകത്ത് മെഡീവൽ സമയത്ത് വരുന്ന, നമുക്ക് എല്ലാവർക്കും അറിയാം, ഡൽഹിയിൽ തുഗ്ലക്സ് ഭരിക്കുന്ന സമയത്ത്, മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ഡൽഹിയിൽ ഭരിക്കുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്? സൗത്തിൽ വിജയനഗര എംപയർ ഉണ്ടാവുന്നത്. മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ അറ്റാക്ക് നടത്തിയ സമയത്ത് ഈ നമ്മുടെ ഹരിഹരനെയും ബുക്കനെയൊക്കെ പിടിച്ച് ഡൽഹിയിലേക്ക് കൊണ്ടുപോയി, എന്നിട്ട് അവരുടെ മതം മാറ്റി തിരിച്ചിങ്ങോട്ടേക്ക് ഫ്യൂഡേറ്ററീസ് ആയിട്ട് പറഞ്ഞയച്ചു എന്നുള്ളതാണ്, സാമന്താസ് ആയിട്ട് പറഞ്ഞയച്ചു. പക്ഷെ ഇവിടെ വന്ന് അവരെ തിരിച്ചും എങ്ങനെയാണല്ലോ വിദ്യാരണ്യ, അതായത് ഒരു സെയിന്റ് ആയിരുന്നു, അയാൾ തിരിച്ചും ചെയ്യുന്നു പഴയ ഹിന്ദു മതത്തിലേക്ക് തന്നെ കൊണ്ടുവന്നു. ആൻഡ് ദേ ഫോംഡ് വിജയനഗര എംപയർ എന്ന് പറയുന്നു. ആൻഡ് വിജയനഗര എംപയറിലെ ഡൈനസ്റ്റി, സാലുവ, തുളുവ, അരാവിഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഈ ഡൈനാസ്റ്റി, അതിലെ റൂളേഴ്സ്, വിജയനഗരയിലെ ടെമ്പിൾസ് വളരെ റെലവെന്റ് ആയിട്ട് വരുന്നതാണ് കേട്ടോ. ഹംപി ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ്, ഇതെല്ലാം എക്സാമിന്റെ ഫേവറേറ്റ് ഏരിയ ആണ്. വിജയനഗരയിലേക്ക് സ്പെഷ്യലി വരികയാണെങ്കിൽ അവിടെ ഒരുപാട് ഫോറിൻ ട്രാവലേഴ്സ് വന്നിട്ടുണ്ട്. ഈ ഫോറിൻ ട്രാവലേഴ്സ് അവരുടെ വർക്ക്, അവർ വിജയനഗര റൂളേഴ്സിനെ പറ്റി പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെയാണ്? കൃഷ്ണദേവരായ ഇറ്റ്സെൽഫ്, ഹി ഹിംസെൽഫ് വാസ് എ പോയറ്റ്, അദ്ദേഹം എഴുതിയിട്ടുള്ള എന്തൊക്കെയാണ്? ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. പിന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, മെഡീവൽ, ഇതൊരു ഏർലി മെഡീവൽ സമയത്ത് വരുന്ന പാല, പ്രതിഹാര, രാഷ്ട്രകൂട തുടങ്ങിയ ഡൈനാസ്റ്റീസ്, അവരുടെ റൂളേഴ്സ്, രാഷ്ട്രകൂടാസും പാലാസും തമ്മിലുള്ള പ്രശ്നം, പാലാസും പ്രതിഹാരാസും തമ്മിലുള്ള പ്രശ്നം, ആൻഡ് ഇവർ കനൗജിന് വേണ്ടിയിട്ടുള്ള ഫൈറ്റ്, ഇതെല്ലാം എക്സാമിന്റെ റിപ്പീറ്റഡ്ലി വരുന്ന ഏരിയാസ് ആണ്. ദെൻ ആർട്ട് ആൻഡ് ആർക്കിടെക്ചറിലേക്ക് വരികയാണെങ്കിൽ ഒരു മെഡീവൽ മോണമെന്റ്സ്, അതായത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു താജ്മഹൽ അടക്കമുള്ള, താജ്മഹൽ ചോദിക്കില്ല, പക്ഷെ അത്തരത്തിലുള്ള, നമുക്കറിയാം ഈ ജോൺപൂർ സുൽത്താനേറ്റ്, ഗുജറാത്ത് സുൽത്താനേറ്റ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് സുൽത്താനേറ്റ് വരുന്നുണ്ട്. നമ്മൾ ഡൽഹി സുൽത്താനേറ്റും മുഗൾസും മാത്രമല്ല, അതിനകത്ത് ഒരുപാട് റീജിയണൽ കിങ്ഡംസ് വരുന്നുണ്ട്. സോ അവിടെയൊക്കെ ഉള്ള റൂളേഴ്സ്, അവരുടെ ചോട്ടായി മാമ്പര, ബഡായി മാമ്പര എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അതൊക്കെ ഫോം ചെയ്ത്, അല്ലെങ്കിൽ അതൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് ആര്? ഈ രീതിയിലൊക്കെ എക്സാം ക്വസ്റ്റ്യൻസ് കാണാനായിട്ട് പറ്റും എന്നതാണ് പറഞ്ഞു വരുന്നത്. പിന്നെ അതിനകത്ത് ഈ മെഡീവൽ ഇന്ത്യൻ ആർക്കിടെക്ചർ, അതുപോലെയുള്ള എങ്ങനെയാ പറയല്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബുക്സ്, അതിന്റെ ഓതേഴ്സ്, അവർ ആർക്കിടെക്ചറുമായിട്ട് ബന്ധപ്പെട്ട് പരാമർശം നടത്തിയിട്ടുള്ള എന്തൊക്കെയാണ്, ഇത്തരത്തിലൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് മെഡീവൽ റിലേറ്റഡ് ആയിട്ട് കാണാനായിട്ട് പറ്റും. ഇനി മോഡേണിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ, നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഈ ഒരു മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ശരിക്കും ബ്രിട്ടീഷുകാരുടെ ഒരു ചരിത്രമായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും, അല്ലെങ്കിൽ ഇന്ത്യയിലെ ബ്രിട്ടീഷ് റൂളിന്റെ ഒരു ചരിത്രമാണ്. അവിടെ തുടക്കത്തിൽ ബ്രിട്ടീഷുകാർ ഇവിടെ വന്നതിന് ശേഷം അവർക്ക് ഇവിടുന്ന് ഒരുപാട് റെസിസ്റ്റൻസ് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ള സംഗതികളാണ് ഈ ട്രൈബൽ റിവോൾട്ട് എന്ന് പറയുന്നത്. അതുവരെ ആരാലും എങ്ങനെയാ പറയല്, ഒരു ശല്യമില്ലാതെ സമാധാനമായിട്ട് കാട്ടില് സ്വസ്ഥമായിട്ട് ജീവിച്ചിരുന്ന ട്രൈബൽ പീപ്പിളിനെ എന്ത് ചെയ്യാണ്, ബ്രിട്ടീഷുകാർ ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അവരുടെ ഒരു
ഈ ഒരു ഹാബിറ്റേറ്റിലേക്ക് ഇവർ വന്നിട്ട് ഇടപെടാൻ വേണ്ടി തുടങ്ങുന്നു, അവരുടെ ലൈഫിൽ ഇടപെടുന്നു. സ്വാഭാവികമായിട്ട് അവരുടെ ഭാഗത്ത് നിന്ന് റെസിസ്റ്റൻസ് ഉണ്ടാവുന്നു. അപ്പോൾ ഈ ട്രൈബൽ റിവോൾട്ടിന്റെ ലീഡേഴ്സ്, മുണ്ട റിവോൾട്ടിന്റെ ലീഡർ ആരായിരുന്നു, അതുപോലെ കാസി റിവോൾട്ടിന്റെ ലീഡർ ആരായിരുന്നു, ആൻഡ് ഈ റിവോൾട്ടുകൾ നടന്ന വർഷം ഏതാണ്, ക്രോണോളജിക്കലി അതിനെ അറേഞ്ച് ചെയ്യാനായിട്ട് വരും. അപ്പോൾ അതൊക്കെ എക്സാമിൽ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ദെൻ പിന്നെയുള്ള ഒരു കുറച്ചുകൂടി നമ്മൾ എന്താ പറയുക, ഇന്ത്യയുടെ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്നൊക്കെ പറയുന്നതാണ് 1857 റിവോൾട്ട്. പ്രധാനമായിട്ടും അങ്ങനെ പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നേരത്തെ ഇതുപോലെ ഒരുപാട് റിവോൾട്ടുകൾ ഉണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ എന്താണ്, ഇറ്റ് വാസ് റീജിയണൽ ഇൻ നേച്ചർ ആൻഡ് എ പെർട്ടിക്കുലർ സെക്ഷൻ ഓഫ് ദ സൊസൈറ്റി വാസ് ഓൺലി പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദാറ്റ്. അതായത് 1857 റിവോൾട്ടിൽ ഇതിന്ന് വ്യത്യസ്തമായിട്ട് ഒരു മാസ് പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ അതിലെ റൂളേഴ്സ് മാത്രമല്ല, ഷിപ്പോയ്സ് മാത്രമല്ല, പെസൻസ് മാത്രമല്ല, ജമീന്ദാർസ് മാത്രമല്ല, ഓൾമോസ്റ്റ് ഓൾ സെക്ഷൻസ് ഓഫ് ദ സൊസൈറ്റി വാസ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദി 1857 റിവോൾട്ട് എന്നുള്ളതാണ്. പിന്നെ ഇതൊരു പെർട്ടിക്കുലർ റീജിയനിൽ മാത്രമല്ല ഉണ്ടായിരുന്നത്, അത് മിക്കവാറും സെൻട്രൽ ഇന്ത്യയിലും നോർത്ത് ഇന്ത്യയിലും വിവിധ പ്രദേശങ്ങളിലും ഒക്കെ വ്യാപിച്ചിട്ടുള്ള ഒരു റിവോൾട്ട് തന്നെയായിരുന്നു. സോ ആ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ അതിന്റെ പ്രോസസ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ലീഡേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതിന്റെ ഇവന്റ്സ് എന്ന് പറയുന്നത് സീക്വൻസ് ഓഫ് ഇവന്റ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. മംഗൾ പാണ്ഡെന്റെ ഇൻസിഡന്റ് ഭയങ്കര പ്രധാനപ്പെട്ടതാണ്. അവരന്ന് ഈ എന്താണ് പറയല്, ഈ ബ്രൗൺ ബേസിനെ മാറ്റിയിട്ടാണ് ഈ എൻഫീൽഡ് റൈഫിൾസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരുപാട് സംഗതികൾ എക്സാമിൽ പരാമർശിക്കപ്പെടാറുണ്ട്, ചോദ്യത്തിൽ കാണാറുണ്ട് എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഈ ഒരു കൊളോണിയൽ ഇന്ത്യയിലേക്ക് നമ്മൾ ആഴത്തിൽ വരികയാണെങ്കിൽ, നേരത്തെ പറഞ്ഞ പോലെ അവര് റവന്യൂ പോളിസീസ്, നമ്മൾ ഈ പറയുന്ന ക്യൂൻകിനിയൽ സെറ്റിൽമെന്റ് തുടങ്ങി മഹൽവാരി, റായറ്റ്വാരി, അതുപോലെയുള്ള ജമീന്ദാരി, പെർമനന്റ് സെറ്റിൽമെന്റ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള സെറ്റിൽമെന്റ്സ്, അതിന്റെ തുടങ്ങിയ റീജൻ, വർഷം, അതിന്റെ ഒരു നേച്ചർ എന്തായിരുന്നു, റൈറ്റ് വാരിയില് പെസൻസ് ലാൻഡ് ഓണർ ആവുന്നുണ്ടോ ഇല്ലേ, ജമീന്ദാരി സിസ്റ്റത്തില് ലാൻഡിന്റെ ഓണർഷിപ്പ് ആർക്കാണ് കിട്ടുന്നത്, സൺസെറ്റ് ലോ എന്തായിരുന്നു, ആരാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്, ഇങ്ങനെ മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ പറ്റുമെന്നുള്ളതാണ്. പിന്നെ ബ്രിട്ടീഷ് റവന്യൂ പോളിസീസിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ ഉണ്ടായ പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത്, ഇന്ത്യയിൽ ഒരുപാട് ഫാമിൻസ് ഉണ്ടായി എന്നുള്ളത് തന്നെയാണ്. ഇന്ത്യയിൽ അതുവരെ അത്ര ഫേമസ് അല്ലാതിരുന്ന സംഗതിയാണ് ഈ ഫാമിൻ എന്ന് പറയുന്നത്, ക്ഷാമം എന്ന് പറയുന്നത്. ഇന്ത്യ ശരിക്കും ഇറ്റ് വാസ് എ റിച്ചസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ് എന്നുള്ളതാണ്. പക്ഷെ ബ്രിട്ടീഷുകാർ വന്നതോടുകൂടി അത് വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിലേക്ക് പോയി എന്നതാണ് റിയാലിറ്റി. എന്തായാലും ഇങ്ങനെ ഫാമിൻസ് ഉണ്ടാവുന്നു. തുടക്കത്തിലൊന്നും ബ്രിട്ടീഷുകാർ ഫാമിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി പോയിട്ട് അത് നമ്മളുമായിട്ടൊരു ബന്ധപ്പെട്ട സംഗതിയാണ് എന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പോലും എന്ത് ചെയ്യുന്നില്ല, ബ്രിട്ടീഷുകാർ റെഡി ആവുന്നില്ല. പക്ഷെ ഒരുപാട് വർഷങ്ങളെടുത്ത് നിരന്തരമായ പ്രഷറിന്റെ ഭാഗമായിട്ട് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യാൻ തുടങ്ങി, ഫാമിനെ അന്വേഷിക്കാനായിട്ട് കമ്മീഷൻസിനൊക്കെ അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഇങ്ങനെയുള്ള ഒരുപാട് ഫാമിൻ കമ്മീഷൻസ്, ആ കമ്മീഷൻസിന്റെ ചെയർമാൻ ആരായിരുന്നു, ഏത് വർഷത്തിൽ ഏത് കമ്മീഷൻ വന്നു, ഈ സീക്വൻസ് എങ്ങനെയാണ് കമ്മീഷനുകളുടെ, ഓരോ കമ്മീഷനും വന്നിട്ടുള്ളത് ഏത് റീജിയനുമായിട്ട് ബന്ധപ്പെട്ടാണ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് എനിക്ക് ചോദിച്ചിട്ടുണ്ട്. ദെൻ ഈ ഒരു ഗവർണർ ജനറൽസ് നമുക്കറിയാം, തുടക്കത്തില് ഗവർണർ ഓഫ് ബംഗാൾ അല്ലെങ്കിൽ ഫോർട്ട് വില്യം മുതൽ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ, ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ, വൈസ്രോയി, ഇങ്ങനെ അതിന്റെ ചേഞ്ചസ്, അല്ലെങ്കിൽ ഒരു പരിവർത്തനം അങ്ങനെയാണ് വരുന്നത്. സോ അതിൽ ഓരോരുത്തരും എങ്ങനെയാണ് അവരുടെ ഒരു ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നത്, ഏതൊക്കെ റിഫോംസ് ആണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത്, ഏതൊക്കെ ആക്ട് കൊണ്ടുവന്നു, ഓരോ ആക്ട് വന്നപ്പോൾ ആരായിരുന്നു ഗവർണർ, ഇവരുടെ പ്രത്യേകമായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ്, കേഴ്സൺ എന്തൊക്കെയാണ് നടപ്പിലാക്കിയിട്ടുള്ളത്, അതുപോലെ ഡെഫറിന്റെ പ്രാധാന്യം എന്താണ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഗവർണർ ജനറൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവരുടെ പോളിസീസ് വളരെ സീരിയസ് ആയിട്ട് പഠിക്കേണ്ട ഒരു ഏരിയ ആണ്. പിന്നെ അതേപോലെ തന്നെ എന്നുള്ളതാണ് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ് എന്ന് പറയുന്നത്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഭരിക്കാനായിട്ട് ഒരുപാട് ആക്ടുകൾ ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അവർ സതി നിരോധിക്കുന്നുണ്ട്, അതുപോലെ വിഡോ റീമാരേജിനെ ലീഗലൈസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഇന്ത്യയിൽ എങ്ങനെ പറയല്, ഈ ഒരു ഇൻഹെറിറ്റൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ആക്ടുകൾ കൊണ്ടുവരുന്നുണ്ട്. ഇങ്ങനെ തുടങ്ങി വേരിയസ് ആയിട്ട് ഒരുപാട് ആക്ടുകൾ ബ്രിട്ടീഷുകാർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പുറത്ത് ചാർട്ടർ ആക്ടുകൾ വരുന്നുണ്ട്, അതുപോലെ കൗൺസിൽ ആക്ടുകൾ വരുന്നുണ്ട്. സോ ഈ ആക്ടുകൾ വന്ന വർഷം, ആക്ടുകളുടെ പ്രധാനപ്പെട്ട ചേഞ്ചസ് എന്തൊക്കെയായിരുന്നു, വിൻഡോ മോർലി റിഫോംസിൽ വന്നിട്ടുള്ള പ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ മോണ്ടേഗു ചേംസ്ഫോർഡ് പ്രകാരം പ്രോവിൻഷ്യൽ ഓട്ടോണമി വന്നോ ഇല്ലേ, അല്ലെങ്കിൽ ഡയാർക്കി സെന്ററിലായിരുന്നോ സ്റ്റേറ്റിലായിരുന്നോ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് സംഗതികൾ എനിക്ക് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ദെൻ
പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ, അതായത് ഇന്ത്യ സ്വതന്ത്രമാവുന്നതിന് ശേഷം നമ്മൾ വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചലഞ്ചിങ് ടാസ്ക് ആയിരുന്നു ശരിക്കും ഇന്ത്യയുടെ ഒരു ഇന്റഗ്രേഷൻ ഓഫ് പ്രിൻസ്ലി സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. സോ ഈ ഇന്റഗ്രേഷന് ശേഷം നമ്മൾ നേരിടേണ്ടി വന്നിട്ടുള്ള അടുത്തൊരു ചലഞ്ച് ആയിരുന്നു ശരിക്കും ഫോർമേഷൻ ഓഫ് ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. സോ നമ്മുടെ തുടക്കത്തിൽ ഇന്ത്യൻ ലീഡേഴ്സ് ഒക്കെ ഈ ഒരു ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റിന്റെ ഫോർമേഷനെ നഖശികാന്തം എതിർക്കുന്ന ഒരു വിഭാഗമായിരുന്നു. കാരണം എന്ന് വെച്ചാല് അത് പറഞ്ഞ ഇതൊരു സബ് നാഷണലിസത്തിലേക്ക് നയിക്കും. അതായത് ഇവിടെ നമ്മുടെ മലയാളികൾക്ക് ഒരു മലയാളി ദേശീയത ഉണ്ടാവും, തമിഴന്മാർക്ക് ഒരു തമിഴ് ദേശീയത ഉണ്ടാവും. അപ്പൊ അത് ഈ ഒരു ഇന്ത്യയുടെ യൂണിറ്റിനെ നെഗറ്റീവായിട്ട് ബാധിക്കുമെന്നുള്ള ടൈപ്പ് ഓഫ് ആറ്റിറ്റ്യൂഡാണ് ഉണ്ടായിരുന്നത്. പക്ഷേ പിന്നെ നിങ്ങൾക്കറിയാം പൊറ്റി ശ്രീരാമലു സമരം നടത്തുന്നു. പൊറ്റി ശ്രീരാമലൊക്കെ എക്സാമ്പിൾ ഒരുപാട് വന്നിട്ടുണ്ട് കേട്ടോ. അവരെന്താണ് മരണപ്പെട്ടിട്ടുള്ളത്, എത്ര ദിവസമാണ് ഈ ഒരു ഫാസ്റ്റിംഗ് നടത്തിയിട്ടുള്ളത്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. പിന്നെ ആദ്യം ഫോം ചെയ്ത സ്റ്റേറ്റ് ഏത്, പിന്നീട് ഫോം ചെയ്ത സ്റ്റേറ്റുകൾ ഏതൊക്കെയാണ്, ഏത് വർഷത്തിലാണ്, കമ്മീഷൻ ഏതാണ്, കമ്മീഷന്റെ ചെയർമാൻ ആരായിരുന്നു, കമ്മീഷനിലെ മെമ്പേഴ്സ് ആരൊക്കെയായിരുന്നു, ഏത് കമ്മീഷനാണ് ആദ്യം വന്നത്, പിന്നെ വന്ന കമ്മീഷൻ ഏതാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ക്വസ്റ്റ്യൻസ് NTA ചോദിച്ചിട്ടുണ്ട്. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് വരികയാണെങ്കിൽ ഇപ്പൊ ലാസ്റ്റ് എക്സാമിൽ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനെ സംബന്ധിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിളുകളെ സംബന്ധിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഒരു ബേസിക് ഐഡിയ നമുക്ക് എന്ത് വേണം, കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ട് വേണം എന്നുള്ളത് തന്നെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി. പിന്നെ അതിനകത്ത് വരുന്നത് ഈ ഒരു ഒരുപാട് മൂവ്മെന്റ്സ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. നമുക്കറിയാം ഇപ്പൊ ഹിന്ദു മഹാസഭ, അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ ഫോർമേഷൻ, ഈ പറഞ്ഞ സബർമതി ആശ്രമം ഫോം ചെയ്തിട്ടുള്ളത്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള നമ്മുടെ എന്താണ് സോഷ്യോ റിലീജിയസ് റിഫോം മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് സഭകൾ, നമുക്ക് ആത്മീയ സഭ, അതുപോലെ തന്നെ നമ്മുടെ ആര്യ സമാജ്, ബ്രഹ്മ സമാജ്, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ഓർഗനൈസേഷൻസ്, ഒരുപാട് മൂവ്മെന്റ്സ് വരുന്നുണ്ട്. ഈ മൂവ്മെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ പൊതുവെ വരാറുള്ളത് ഒന്ന്, ഇത് ഫോം ചെയ്ത ആര്, അല്ലെങ്കിൽ അതിന്റെ ഫൗണ്ടർ ആര്, അത് എവിടെ ഫോം ചെയ്തു, ഏത് വർഷത്തിൽ ഫോം ചെയ്തു. ഇതാണ് നമ്മൾ പ്രധാനമായിട്ട് നോക്കേണ്ട സംഗതികൾ എന്ന് പറയുന്നത്. പിന്നെ നമുക്കറിയാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഫോർമേഷൻ, അതിന്റെ ഫോർമേഷൻ സമയത്ത് ഇന്ത്യയുടെ വൈസ്രോയി ആരാണ്, ആരാണ് ഫോം ചെയ്തിട്ടുള്ളത്, എത്ര ആൾക്കാരുണ്ടായിരുന്നു ഫസ്റ്റ് സെഷനിൽ, എവിടെ വെച്ചാണ് ഫസ്റ്റ് സെഷൻ നടന്നിട്ടുള്ളത്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എക്സാമിന് ചോദിക്കാറുണ്ട്. പിന്നെ അതിന്റെ ലീഡേഴ്സ്, പിന്നെ അതിന്റെ ഓരോ വർഷത്തിലെയും സെഷൻ നടന്നിട്ടുള്ളത് ഏത് പർട്ടിക്കുലർ റീജിയനിലാണ്, അമരാവതി സെഷൻ ഏത് വർഷത്തിലായിരുന്നു, പിന്നെ അതിന്റെ പ്രാധാന്യം എന്താണ്, ഗാന്ധി ആദ്യമായിട്ട് പങ്കെടുത്ത സെഷൻ ഏതാണ്, പിന്നെന്താണ് പറയല്, ആദ്യമായിട്ട് വുമൺ ആയിട്ടുള്ള ഒരാള് പ്രസിഡന്റ് ആയിട്ടുള്ളത് ഏത് സെഷനിലാണ്, ആരായിരുന്നു ആദ്യത്തെ വുമൺ പ്രസിഡന്റ്, അല്ലെങ്കിൽ വുമൺ എന്താണ് പറയല് INC-യുടെ ചെയർമാൻ എന്ന് പറയുന്നത്. ഈ രീതിയിലൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഒരുപാട് നാഷണൽ ലീഡേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. ഫോർ എക്സാമ്പിൾ തിലക് എന്ന് പറയുന്ന ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫിഗർ ആണ്. അദ്ദേഹത്തിന്റെ ഗണപതി, അതുപോലെ ശിവജി ഫെസ്റ്റിവൽ എന്ന് തുടങ്ങി, പിന്നെ അദ്ദേഹത്തിന്റെ മറാത്ത, കേസരി തുടങ്ങിയിട്ടുള്ള പബ്ലിഷിങ്സ്, പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് വരുന്നുണ്ട്. ഐ മീൻ എന്താണ് പറയല്, ഈ ചപ്പേക്കർ ബ്രദേഴ്സിന്റെ ഇൻഫ്ലുവൻസ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് സംഗതികൾ തെലുഗുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. സോ തിലക് എന്നുള്ളത് എനിക്ക് പ്രത്യേകിച്ച് നിലവിലൊരു സാഹചര്യത്തിൽ വളരെ ഇഷ്ടപ്പെട്ട ഒരു ആളാണ്. അതുപോലെ തന്നെ സവർക്കർ എന്ന് പറയുന്നത്, അയാളെ സംബന്ധിച്ചും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്, കുറെ സ്റ്റേറ്റ്മെന്റ്സ് വരാറുണ്ട്. അയാൾ പഠിച്ചത് എവിടെയാണ്, ജനിച്ചത് എവിടെയാണ്, പിന്നെ അയാള് ജയിലിൽ കടന്നത് എവിടെയാണ്, അതുപോലെ അയാൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള അഭിനവ് ഭാരത്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള സംഘടനകളെ, മിത്രമേള, അങ്ങനെയുള്ള സംഗതികളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, എക്സാമിന്റെ ഭാഗമായിട്ട് വരാറുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇനി ഇതിനകത്ത് ഇനി നമുക്ക് നോക്കാനുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഹിസ്റ്റോറിയോഗ്രാഫി എന്നുള്ളതാണ്. അറിയാലോ നമ്മുടെ സിലബസ് എന്ന് പറയുന്നത് ഏൻഷ്യന്റ് ഇന്ത്യ, മെഡീവൽ ഇന്ത്യ, മോഡേൺ ഇന്ത്യ, ഹിസ്റ്റോറിയോഗ്രാഫി. ഇതാണ് ഹിസ്റ്ററിയിൽ നിറ്റ് ചെയ്യുന്ന ഒരാളുടെ സിലബസ് എന്ന് പറയുന്നത്. നമ്മൾ ശരിക്കും ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ വേൾഡ് ഹിസ്റ്ററി ഉണ്ട്, കേരള ഹിസ്റ്ററി ഉണ്ട്, അങ്ങനെ കുറെ ഹിസ്റ്ററി ഉണ്ട്. പക്ഷെ നമുക്ക് നെറ്റ് എക്സാം എഴുതാൻ ഈ ഹിസ്റ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു ഇന്ത്യൻ ഹിസ്റ്ററിയും പിന്നെ കുറച്ച് ഹിസ്റ്റോറിയോഗ്രാഫി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, സുഖമായിട്ട് നെറ്റും GRF പാസ്സാവാൻ പറ്റും എന്നുള്ളതാണ്. അത് കുറച്ച് നയത്തിൽ നോക്കണം മാത്രമേ ഉള്ളൂ. സോ ഹിസ്റ്റോറിയോഗ്രാഫിയിലേക്ക് വരികയാണെങ്കിൽ പ്രധാനമായിട്ടും ഈ ഒരു സ്കൂൾസ് ഓഫ് ഹിസ്റ്റോറിയോഗ്രാഫി എന്നതാണ്. അതിനകത്ത് ഇപ്പോൾ ഒരു ബെർലിൻ റവല്യൂഷൻ അല്ലെങ്കിൽ റാങ്കേൻ സ്കൂൾ എന്ന് പറയുന്നത് മാർക്സിസ്റ്റുകളെ സംബന്ധിച്ച് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ സബാൾട്ടേൺ അപ്രോച്ച്, അനാൾസ് സ്കൂള്, പോസ്റ്റ് മോഡേണിസം, ഇങ്ങനെയുള്ള ഭാഗത്തൊക്കെയാണ് ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത്. അതിൽ നമ്മൾ സ്കോളേഴ്സിനെ പറ്റി അറിയണം, അവർ ഏത് സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആളാണെന്ന് അറിയണം.
ഒരുപാട് സ്കോളേഴ്സ് അവരുടെ വർക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് കാണാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ബെർലിൻ റവല്യൂഷൻ അല്ലെങ്കിൽ എന്താണ് റാങ്കേൻ അപ്രോച്ച് എന്ന് പറയുന്നത്, ഏത് രീതിയിലായിരുന്നു. പിന്നെ സബാൾട്ടൺ ഹിസ്റ്ററി, ഇപ്പൊ ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ സബാൾട്ടൺ സീരീസ് അതിന്റെ എഡിറ്റർ ആരൊക്കെ ആയിരുന്നു, സബാൾട്ടൺ ഹിസ്റ്റോറിയൻസ് ആരൊക്കെയാണ്, ഏതെങ്കിലും വർക്ക് തന്നിട്ട് അത് ആരുടെ വർക്കാണ്, ഇങ്ങനെയുള്ള രീതിയിലൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ എക്സാമ്പിൾ ഉണ്ടായിരുന്നു നമ്മൾ ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യണം, അതായത് ഡിഫറെന്റ് സ്കൂൾസിനെ ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യണം. നാഷണലിസ്റ്റ് സ്കൂള്, കൊളോണിയൽ സ്കൂള്, സബാൾട്ടൺ, ഇങ്ങനെയുള്ള രീതിയിൽ കുറെ സ്കൂളുകളെ ലിസ്റ്റ് ചെയ്തിട്ട് ഇന്ത്യയിൽ വന്നതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യണം, അതിനെ ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലൊക്കെയുള്ള ഡൈവേഴ്സ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളത് തന്നെയാണ്. പിന്നെ പോസ്റ്റ് മോഡേൺ ഹിസ്റ്റോറിയോഗ്രാഫിയായിട്ട് ബന്ധപ്പെട്ട എല്ലാ സമയത്തും 1-2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. പോസ്റ്റ് മോഡേൺ സ്കോളേഴ്സിനെ തന്നിട്ട് അതിനകത്ത് പോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ആരൊക്കെയാണെന്നുള്ളത്, അല്ലെങ്കിൽ അവരുടെ വർക്കിനെ സംബന്ധിച്ച്, ഫൂക്കോയുടെ വർക്കിനെ സംബന്ധിച്ചോ ഡെറിഡയുടെ വർക്ക്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊക്കെ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട് എന്നുള്ളതാണ്. പിന്നെ മെഡീവൽ സ്കോളേഴ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു ടർക്കിഷ് അല്ലെങ്കിൽ പേർഷ്യൻ ട്രഡീഷൻ എന്ന് പറയുന്നത് ആ ഭാഗത്ത് നിന്ന് നമ്മുടെ ഡൽഹി സുൽത്താനേറ്റിന്റെ ഒരു റൂളോട് കൂടിയിട്ട് ഒരുപാട് സ്കോളേഴ്സ് ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. അവരൊക്കെ ഒരുപാട് കോർട്ട് ക്രോണിക്കിൾസ് മെയിൻ ആയിട്ടും എഴുതുന്നുണ്ട്. സോ ആ ബുക്സ്, അതിന്റെ ഓതേഴ്സ്, ഈ രീതിയിൽ ഒരുപാട് ചോദ്യം വന്നിട്ടുണ്ട്. ഒരുപാട് മാച്ച് ഓഫ് ഫോളോയിങ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, വരുന്നുണ്ട്, വരും എന്നുള്ളത് തന്നെയാണ്. ദെൻ മുഗൾ സമയത്തുണ്ടായിരുന്ന സ്കോളേഴ്സ്, അവരുടെ വർക്കുകൾ, ഇതും വളരെ പ്രാധാന്യത്തോടുകൂടി പഠിക്കേണ്ട ഒരു ഏരിയ ആണ്. പിന്നെ ഇതിനകത്ത് വരുന്നത് നമ്മുടെ എന്താണ് പറയല്, ഈ ഒരു മുഗൾ സമയത്തും ഈ സുൽത്താനേറ്റ് സമയത്തൊക്കെ ഉണ്ടായിരുന്ന പെയിന്റേഴ്സ്, മ്യൂസിഷ്യൻസ്, അങ്ങനെയുള്ള ആ ഒരു ആസ്പെക്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് NTA പൊതുവെ ചോദിക്കാറുണ്ട്. ദെൻ നമ്മൾ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഇതിനകത്ത് ഈ മെഡീവൽ കോർട്ട് ക്രോണിക്കിൾസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഇത്തരത്തിലൊരു മോഡേൺ സമയത്തേക്ക് വരുന്ന സമയത്തും ഒരുപാട് ഈ ഒരു ബ്രിട്ടീഷ് കൊളോണിയൽ ടൈമിലൊക്കെ എഴുതിയിട്ടുള്ള കുറെ വർക്കുകളുണ്ട്. ആനന്ദമഠ്, അതുപോലെ നീൽ ദർപ്പൺ തുടങ്ങിയിട്ടുള്ളവ. അപ്പൊ അതും അതിന്റെ ഓതർ, പബ്ലിഷ്ഡ് ഡേറ്റ്, അതിന്റെ കോണ്ടന്റ് എന്താണ് എന്നതൊക്കെ ചോദിക്കാറുണ്ട്. പിന്നെ ഞാൻ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ ഒരുപാട് ടേംസ്, ആ ടേംസ് എന്താണ് മീൻ ചെയ്യുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. പിന്നെ ഈ ഹിസ്റ്റോറിക്കൽ റൈറ്റിംഗ് എന്നുള്ളത്, ഫുട് നോട്ട്സിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നെറ്റ് എക്സാമിൽ നമുക്ക് അഭിസംബോധന ചെയ്യേണ്ടതായിട്ട്, നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നെറ്റ് എക്സാമിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഭാഗത്ത് എന്ത് ചെയ്യുക, നന്നായിട്ട് സ്ട്രെസ് ചെയ്തിട്ട് തന്നെ പഠിക്കുക എന്നുള്ളതാണ് ഫൈനലായിട്ട് എനിക്ക് പറയാനുള്ളത്. ആൻഡ് ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അത്യാവശ്യം ഒരു ധാരണ നിങ്ങൾക്ക് ഇതിലൂടെ വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആൻഡ് വി ഹാവ് ഡിസ്കസ്ഡ് ദ ട്രെൻഡ്, അല്ലെങ്കിൽ കറന്റ് ട്രെൻഡ് എന്താണ്, ആ ഒരു ട്രെൻഡ് വെച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഏതൊക്കെ ഭാഗത്ത് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ഐഫറിന്റെ സപ്പോർട്ടൊക്കെ ഉപയോഗിക്കാൻ നിങ്ങളുടെ പ്രിപ്പറേഷൻ ജേർണിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഐഫറിന്റെ അഡ്മിഷൻ ടീമായിട്ടൊക്കെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനായിട്ട് പറ്റും. ദെൻ ഇതുവരെ പറഞ്ഞതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ക്ലാരിറ്റി വേണമെങ്കിൽ പെട്ടെന്ന് ചോദിക്കുക. ദെൻ വി ആർ ഗോയിങ് ടു വൈൻഡ് അപ്പ് ദിസ് സെഷൻ. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മേക്ക് ഇറ്റ് ഫാസ്റ്റ്. ഓൾവേസ് റിമെമ്പർ, നമ്മൾ ഹിസ്റ്ററി സ്റ്റുഡൻസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പഠിക്കുന്നത് സമയത്ത് മറന്നു പോവുക എന്നുള്ളത് വളരെ വളരെ പ്രശ്നം പിടിച്ച ഒരു പ്രശ്നമാണ്. നമുക്ക് മാത്രമല്ല, എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. പക്ഷെ അതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഒരുപാട് സ്ട്രാറ്റജീസ് ഒക്കെ അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ നെറ്റ് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യാറുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള സ്ട്രാറ്റജീസ് ഒക്കെ ഏത് രീതിയിലാണ് അപ്ലൈ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെയാണ് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന സ്കിൽസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗൈഡൻസിലൂടെ, ഒരു മെന്ററിങ്ങിലൂടെ, ഒരു കോച്ചിങ്ങിലൂടെ കിട്ടുന്ന എക്സ്പെർട്ടൈസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം എനിക്ക് പറയാനായിട്ടുള്ളത്. വേറെ ആരും ഒന്നും പറയുന്നില്ല. എന്തെങ്കിലുമൊക്കെ ചോദിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ചോദിക്കുക. അതർവൈസ് ഐ എം ഗോയിങ് ടു വൈൻഡ് അപ്പ്. ഓക്കെ, യെസ്, ആർക്കൊന്നും ചോദിക്കാനില്ല എന്നാണ് മനസ്സിലാവുന്നത്. സോ ഇത്രയും സമയം ഇങ്ങനെ പറയലേ, സന്തോഷത്തോടെ സമാധാനത്തോടെ കേട്ടുന്ന എല്ലാവർക്കും താങ്ക് യു. അപ്പോ മറ്റൊരു വെബിനാറിലോ ഐഫറിലോ കോച്ചിങ്ങിലോ എവിടെയെങ്കിലൊക്കെ വെച്ച് കാണാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് എക്സാം എഴുതുക, എല്ലാവരും ക്വാളിഫൈ ചെയ്യുക. ഇത്രയും ഭാഗം നന്നായിട്ട് റെഫർ ചെയ്യുക, അതിന് വേണ്ട മെറ്റീരിയൽസ് ഒക്കെ ഗ്യാദർ ചെയ്യുക, പഠിക്കുക. താങ്ക് യു.